സ്ഥാപിക്കുന്നതിന് മുമ്പ് ആദ്യമേ ദൈവം സ്ഥാപിച്ചത് കുടുംബം. അപ്പൊ സഭയേക്കാൾ ദൈവം പ്രാധാന്യത കൊടുത്തത് കുടുംബത്തെ, പിന്നെ സഭ സ്ഥാപിച്ചു. അപ്പോൾ നമ്മള് കുടുംബ കാര്യങ്ങൾക്ക് ഒരു അമിത പ്രാധാന്യം കൽപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത 30 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. പേപ്പർ ഉള്ളവർ കുറിച്ചെടുത്താൽ നല്ലതായിരിക്കും. പാസ്റ്റർമാര് ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സഭയിൽ പോയി ഇവിടെ കേട്ടുകൊണ്ട് പറയാതിരിക്കരുത്. സഭയിൽ പോയി നിങ്ങളത് പഠിപ്പിക്കണം. പഠിപ്പിച്ച് ജനത്തെ കുടുംബജീവിതത്തിൽ ബോധവാന്മാരാക്കി മാറ്റണം. പേപ്പർ ഉള്ളവർക്ക് എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ ഓർമ്മയുള്ളവർക്ക് എഴുതണമെന്ന് ആവശ്യമില്ലല്ലോ, ഓർത്ത് ചെയ്താൽ മതി. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പണ്ടെങ്കിലും ഒരു പയ്യൻ ഒരു ഭൂലോകത്തിന്റെ പടം എടുത്തു വെച്ചിങ്ങനെ അവൻ കളർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന്റെ പപ്പ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വന്നപ്പോൾ ഇവനിങ്ങനെ പഠിക്കാതെ ഭൂലോകത്തിന്റെ പടം കളർ ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് ദേഷ്യം തോന്നിയിട്ട് ഈ പടമെല്ലാം കൂടെ വലിച്ചു കീറി അയാള് വെളിയിലോട്ട് ഇതിനൊക്കെ പോയി. അല്പം കഴിഞ്ഞ് ഈ പപ്പ തിരിച്ചു വരുമ്പോൾ ആ പടം അതുപോലെ മേശപ്പുറത്തിരിക്കും. അവൻ ക്ലാസ് നോക്കിയോട്ട് തിരിപ്പോൾ. അപ്പൊ അവനോട് ചോദിച്ചാൽ നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടാ, പല പീസാക്കില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഈ ഭൂലോകത്തിന്റെ പടത്തിന്റെ പുറകിൽ ഒരു മനുഷ്യന്റെ പടം ഉണ്ടായി. മനുഷ്യന്റെ മുറിഞ്ഞു പോയ കൈയും കാലും എല്ലാം കൂടെ ഞാൻ ചേർത്ത് വെച്ചപ്പോൾ ഭൂലോകത്തിന്റെ പടം ശരിയായി തോന്നി. അവൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഒരു വ്യക്തി നന്നായാൽ ആ ഭവനം നന്നാവും, ഭവനം നന്നായാൽ സഭ നന്നാവും, സഭ നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ രാഷ്ട്രം നന്നാവും. ബേസിക് കുടുംബമായി. കുടുംബത്തിൽ അനേക കാര്യങ്ങൾ അനുവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം പ്രായോഗികമായി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മുടെ കുടുംബജീവിതം കണ്ടാ വളരുന്നു. അതിനെല്ലാം വ്യത്യാസം വരും. അതിന്റെ 30 കാരണങ്ങൾ ലഭിച്ച സമയം ഓരോ കാര്യം ഒത്തിരി പറയാനുണ്ടെങ്കിലും ഒരു 9:45 ആകുമ്പോൾ എന്നെ മെസ്സേജ് തീർക്കണം. അത് ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് പോവാം. ഒന്നാമത്തെ കാര്യം, ദൈവമാണ് ഞങ്ങളെ കുടുംബത്തിൽ യോജിപ്പിച്ചത് എന്നുള്ള പൂർണ്ണ ഗൗരവം എല്ലാവരിലും വരുത്തുവാൻ ആഗ്രഹിക്കുക. കല്യാണം നടത്തും, വിവിധ കല്യാണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ യോജിപ്പിച്ചത് ആരാണ്? ദൈവമാണ് യോജിപ്പിച്ചതെന്നുള്ള ഒരു വലിയ ഗൗരവം എല്ലാവർക്കും ഉണ്ടാകണം. ദൈവം വായിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞല്ലോ, മത്തായി സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം, മർക്കോസ് 10:9. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ. അപ്പൊ ആരാ യോജിപ്പിച്ചത്? ഇതൊരു പ്രസംഗമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ട് ആൻസർ പറയാം. എന്തെങ്കിലും സംശയമുണ്ട്, എല്ലാം പറയാൻ എനിക്ക് കഴിവില്ല കേട്ടോ, അറിയാവുന്നതൊക്കെ ഞാൻ പറയാം. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേറെ പിരിക്കരുത്. പിന്നെ അതന്നെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കും. അപ്പം കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നതാരാ? ദൈവം. പിന്നെ മലാഖി 2:16 വായിക്കുമ്പോൾ ഉഭയ സമ്മതത്താൽ, തമ്മിലുള്ള ഉഭയ സമ്മതത്താൽ ബന്ധിക്കപ്പെടും. 3 റോമർ 7:2 ന്യായപ്രമാണത്താൽ തമ്മിൽ ബന്ധിക്കപ്പെടും. അപ്പോൾ ഓരോ ദൈവം യോജിപ്പിക്കുന്നു, ഉഭയസമ്മതത്താൽ യോജിപ്പിക്കുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്താൽ ദൈവം നമ്മെ യോജിപ്പിക്കും. അപ്പൊ എല്ലാവരും ആ ബോധ്യം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ മനുഷ്യനായി ആലോചനക്കാരനായിട്ടൊക്കെ വന്നൊക്കെ ശരിയായാലും ദൈവമാണ് അതിന്റെ എല്ലാം പിന്നെയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. എപ്പോഴും നമ്മുടെ അന്തരാത്മാവിൽ പറയണം, ഞങ്ങളെ യോജിപ്പിച്ചതാരാ? ദൈവമാണ്. ദൈവം യോജിപ്പിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ അംഗീകരിക്കാൻ തയ്യാറാകണം. 2 കുടുംബത്തിൽ വ്യത്യസ്ത നിലവാരത്തിൽ ജനിച്ചു വളർന്നപ്പെട്ടവരാണ് 2 കൂട്ടർ. ഞാൻ അതിനടുത്തൊരു കാര്യം പറയട്ടെ. പണ്ടൊക്കെ നമ്മുടെ കല്യാണത്തിന് പ്രസംഗവും ഞാൻ കേട്ടിട്ടുണ്ട്. പല പാസ്റ്റർമാരും അതുപോലെ ആദാമിന്റെ മുമ്പിൽ കൂടെ മൃഗങ്ങളെ എല്ലാം കൂടെ കടത്തി വിട്ടു, ആദാമിന്റെ തല പൊടിയൊന്നും കിട്ടിയില്ല, പിന്നെ ദൈവം ഭാര്യയിൽ എടുത്തു. അതൊക്കെ പണ്ടത്തെ പഴയ പ്രസംഗങ്ങളാണ്. അതൊന്നും ഇപ്പൊ വേണ്ട. അതൊക്കെ മനുഷ്യരില്ല അറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ എന്റെ ജ്യേഷ്ഠന്റെ പോലെ കല്യാണം വരും. ആ ഷെമി വർഗീസ് കല്യാണം നടത്തി ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പോൾ ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ആദ്യം ഡിസ്ട്രിക്റ്റിന്റെ മെയിൻ ആളുകളുണ്ടായി. പുള്ളി എന്നോട് വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്റെ ഭാഷ ഇത്രയും പ്രസംഗങ്ങളൊന്നും ആരും പ്രസംഗിക്കാറില്ല. എത്രയോ പേര് എന്നെ വന്നിട്ട് പറഞ്ഞാൽ പോയിന്റ് കുറിച്ചു കൊടുക്കുക. ആരാ? വിശ്വാസികളല്ല, സമുദായക്കാർ തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രസംഗ ശൈലി തന്നെ മാറ്റണം. കല്യാണത്തിന്റെ പ്രസംഗം എപ്പോഴും ഇങ്ങോട്ട് വന്നാൽ കുറെ സ്ത്രീകളെ കുറെ കുറ്റം
അനുസരിക്കാൻ പറഞ്ഞ ഭർത്താക്കന്മാരെ അനുസരിക്കാൻ അതൊക്കെ എടുത്ത് കളയണം. അനുസരിക്കണമെന്നല്ല, ആ കാലങ്ങളൊക്കെ മാറി. കുടുംബത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ തയ്യാറാണ്. വ്യക്തിത്വങ്ങൾ തമ്മിൽ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ചില കുടുംബങ്ങളിൽ പുരുഷ മേധാവിത്വമുള്ള കുടുംബങ്ങളോ, എന്ന് വെച്ചാൽ പുരുഷനാ തല, അതെപ്പോഴും മറക്കരുത്, പുരുഷനാ തല. എന്നാൽ അടിച്ചമർത്തൽ ഭരണം നടത്തുന്ന പുരുഷന്മാരും ഭരണം പട്ടമുള്ള ഭരണമാണ് വീട്ടിലുള്ളത്. ഒരിക്കലും പാടി. ഈ സഭയെ തന്നെ നമ്മൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ നമ്മൾ ഭരണം എന്ന് പറയുമ്പോൾ പട്ടാളഭരണം സഭയെ എടുക്കരുത് കേട്ടോ. ഇപ്പൊ ഒരാളോട് പട്ടാളഭരണം ഇരിക്കുന്ന പറഞ്ഞാൽ തിരിച്ചിരിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. സ്നേഹത്തിന്റെ ആത്മാവിൽ മാത്രമേ ശുശ്രൂഷ വിജയിക്കത്തുള്ളൂ. അടിച്ചമർത്തൽ ഭരണം ഒരിക്കലും എങ്ങും നിലനിൽക്കത്തില്ല. എന്റെ പിതാവാണെങ്കിൽ ഒരു സ്ത്രീ വിരോധി എന്നോട് പറയാം. കാരണം അച്ഛനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടുള്ള വരികയാണെങ്കിൽ പറയും, നീ നിന്റെ പോകിന് പടി ആണുങ്ങൾ വർത്താനം പറഞ്ഞിട്ട് നീ വരുന്നത്. എന്റെ ഒരു അമ്മാച്ചൻ, ഞാൻ ചില ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാനാ. എന്റെ ഒരു അമ്മാച്ചന്റെ മോൻ കല്യാണം കഴിച്ചു വിരുദ്ധിയോറിനായിട്ട് മാനത്തൊന്ന് പോട്ടെ കയറി ഈവരത്ത് വന്നത് ഇറങ്ങി. അവർ രണ്ടുപേരുടെ ഒരു കൊടക്കീടി വീട്ടിലോട്ട് കയറി വന്നു. അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഒരു അഹങ്കാരം കണ്ടു, അവന്റെ കൂടെ കൊടയെ കയറി വന്നത് കണ്ടു. അന്നത്തെ അവിടെ പഴയ മനസ്ഥിതി അതായിരുന്നു. എന്റെ അച്ഛനും ഞാനും അവരും മക്കളും കൂടെ നിൽക്കുന്ന SI കടലിൽ നിൽക്കുന്ന പോലെ. കാരണം കൂടെ പറഞ്ഞാലും ചാടിയോ അല്ലേ പറഞ്ഞ, കാരണം ഗൗരവമാണ്. ഞാൻ അതുകൊണ്ട് എന്റെ പിള്ളേരോട് ഇപ്പൊ ഞാൻ കളിതമാശ പറയും. ഞാൻ എന്റെ പിള്ളേരോട് പറയും, എന്റെ അപ്പനിൽ നിന്ന് സ്നേഹമായ ഒരു ഇടപെടൽ എനിക്ക്, പക്ഷേ ഇവിടെ സ്നേഹമുള്ളപ്പനാ, സ്നേഹമായ ഒരു പരസ്യമായ ഇടപെടൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞ് അവരുമായിട്ട് ജോലി ആയി ഞാൻ ഇടപെടും. അപ്പൊ നമ്മുടെ പണ്ടത്തെ പിതാക്കന്മാർ വെച്ചു പുലർത്തിയ ചില കാര്യങ്ങൾക്ക് ചേഞ്ചസ് നമ്മുടെ പ്രസംഗത്താൽ നമ്മൾ സ്വയം പ്രസംഗിക്കണം. ആ സ്വഭാവമുള്ള പലരുടെ സ്വഭാവങ്ങൾക്ക് ചേഞ്ച് ചെയ്യുവാൻ അത് മുഖാന്തരം ഇടയായിത്തീരും. ചിലടത്ത് അമ്മാമയാ കൊച്ചമ്മയാ ഭരണം മുഴുവൻ, അച്ഛൻ പാവത്താണ്, അങ്ങനെയുള്ളൂ. അപ്പൊ ആ സ്ത്രീ ഭരണം നടത്തുന്ന വീട്ടിലെ ഒരു പെൺകുട്ടി പുരുഷ മേധാവിത്വമുള്ള ഒരു വീട്ടിലെ ആൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ വീണ്ടും പൊരുത്തക്കണം. ആ സെയിം രീതി തന്നെ പോത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ, രണ്ടുപേരും ജനിച്ചു വളർന്ന രണ്ട് പടകിൽ രണ്ടുപേരും വിടണം. രണ്ടുപേരും വിട്ടിട്ട് രണ്ടുപേരും ഒരു പുതിയ പടകിൽ കയറുവാൻ തയ്യാറാകും. ജനിച്ചു വളർന്ന ആ സാഹചര്യങ്ങളെ രണ്ടുപേരും എന്ത് ചെയ്യണം. ഞാൻ ഡാലസിൽ വിസിറ്റിംഗ് പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പയ്യനെ കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവനോട് അപ്പൊ ഞങ്ങൾ വിസിറ്റ് പറഞ്ഞു, ബസ് ചായയിട്ടാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൾ ഉറങ്ങുക. അപ്പൊ ചോദിച്ചോ പറഞ്ഞു, അവള് നൈറ്റ് ഡ്യൂട്ടി കഴിയുമെന്ന് ഉറങ്ങുക. ഇവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവൾ ഉറങ്ങുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി വെച്ചിട്ട് മേശപ്പുറത്ത് എടുത്തു വെച്ചെങ്കിൽ അവൻ കഴിക്കത്തുള്ളൂ. കഴിച്ചാലും അവന്റെ പ്ലേറ്റ് അവൻ എടുത്തു വെക്കത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ബാസോ, ഞാൻ എന്റെ ഭാര്യ ഹെൽപ്പ് ചെയ്യും. ഞാൻ വീട്ടിലെ പാത്രങ്ങൾ കഴുകി വെക്കും. നല്ല ചിക്കൻ കറി, ഇഞ്ചിക്കറി ഒക്കെ ഞാൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് നമ്മളെ പോലെ നമ്മുടെ ഭാര്യ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവന്റെ വീട്ടിൽ അവന്റെ അപ്പനെ വിളമ്പി കൊടുത്ത് ഉള്ള പരിചയം അവനുള്ളത്. അമേരിക്ക പറഞ്ഞാൽ അങ്ങനെ 50-50 രണ്ടു കുട്ടി എന്ത് ചെയ്യത്തുള്ളൂ ചെയ്തു നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ മുഴുവൻ നോക്കുന്നതിന്റെ ഭാര്യ, അവൾ ജോലി ചെയ്യുന്നവളാണ്. അപ്പോൾ നമ്മൾ അവരുടെ ബലഹീന വശം അറിഞ്ഞ് അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ. അപ്പൊ വ്യക്തിത്വങ്ങൾ അറിഞ്ഞ് എന്ത് ചെയ്യണം, വ്യക്തിത്വങ്ങൾ അറിഞ്ഞ്, ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, വ്യക്തിത്വങ്ങൾ തമ്മിൽ അംഗീകരിക്കണം. അവരവരുടെ വ്യക്തിത്വങ്ങൾ അംഗീകരിക്കണം. 3, ആദ്യമേ സ്വഭാവങ്ങൾ പഠിക്കുകയും സ്വഭാവം അറിഞ്ഞ് ഇടപെടുകയും ചെയ്യണം. സ്വഭാവങ്ങൾ അറിഞ്ഞ് എന്ത് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ അബീഗയിലും നാബാലും ഒരു ഭോഷൻ. അങ്ങനെ ദാവീദിന്റെ വിഷമമൊക്കെ കാട്ടിലൊക്കെ അറിയുമ്പോൾ ഈ നാബാലിന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവം. ആ ഉത്സവ ദിവസത്തിൽ ദാവീദ് പെട്ടെന്ന് ആളുകളെ പറഞ്ഞയച്ചു, ഞങ്ങൾ വിഷം നോക്കിയിരിക്കുക, വലിയ തരണേന്ന് പറഞ്ഞു. ഉടനെ ഈ ചില ദാസന്മാരെ നാബാൽ ആക്ഷേപിച്ചു വിട്ടുള്ളത്. ഉടനെ ഈ വിവരം ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, എല്ലാവരും വാളിറക്കി കെട്ടാ പറഞ്ഞു. അവനെ വാളിറക്കി കെട്ടി നാബാലിന്റെ കുടുംബത്തെ നിർമൂലമാക്കാൻ പോയി. അപ്പൊ ഈ വിവരം അബീഗയിൽ പെട്ടെന്ന് നാബാലിനോട് ചോദിക്കാതെ പെട്ടെന്ന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി വന്ന് ദാവീദിന്റെ കാൽക്കൽ വീണു. ചോദിച്ചാൽ എന്തോ നടക്കും, അയാൾ കുടിച്ചിട്ടിരിക്കുക. ചോദിച്ചിരിക്കട്ടെ. ചോദിച്ചാൽ ഉടനെ അയാൾ പറയും, എനിക്കില്ലാത്ത ഒരു സ്നേഹം എന്തോ നാടി നിനക്ക് അങ്ങേരോട്. ശരിയല്ലയോ? ചോദിച്ചില്ലയോ? തിരിച്ചു ചെന്നപ്പോഴും അയാൾ കുടിച്ചിട്ടിരിക്കുക. നമ്മുടെ സൗകര്യമാരാണ് കൈ കാണിച്ച് ഇന്നോടോ ഞാൻ പോയി ക്രമീകരിച്ചില്ല, ഇയാളെ തല കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ കുടിച്ചിട്ടിരിക്കുക. അവൻ 2 അടി കൊടുക്കും. അവിടെ ബുദ്ധിമതിയാണ്.
ശേഷം അവൻ അവളോട് കാര്യം പറഞ്ഞു. മനസ്സിലായോ? നമുക്ക് പലപ്പോഴും ക്ഷമയും സഹിഷ്ണുതയും ഇല്ലാതെ വരുന്നു. ഒരാൾ ചിലപ്പോൾ ഓഫീസിൽ ടെൻഷനിലായിരിക്കും വരുന്നു. തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറയരുത്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ് കേൾക്കരുത്. ആളുടെ മുഖത്ത് നോക്കണം, ചിരിക്കണം, ഒരു ചൂട് ചായ കൊടുക്കണം. ആള് ഊളാണെന്ന് കണ്ടാൽ അടുത്ത കാര്യം അവതരിപ്പിക്കുക. അപ്പോൾ സ്വഭാവങ്ങൾ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകും. ഞാൻ ന്യൂയോർക്കിനകത്ത് ഒരു അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, മാസേ ഉടൻ എഴുന്നേക്കും എനിക്കൊരു ചൂട് ചായ വേണം. പക്ഷെ അവൾ ഇന്ന് വരെ എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇടപെട്ടിട്ടില്ല. പുള്ളിക്കാരൻ സെക്കൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി പോലീസുകാരനാണ്. ചെയ്തു കഴിഞ്ഞിട്ട് പുള്ളി എഴുന്നേക്കുന്നത് 10 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. പുള്ളിക്കാരി 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരു ചായ ഉണ്ടാക്കി അച്ഛനെ കട്ടിലവിടെ കൊണ്ടുവച്ചു. പുള്ളി 11 മണിക്ക് എഴുന്നേക്കുമ്പോൾ താഴ്ന്നിരിക്കും. എന്നാൽ ഈ പുള്ളിക്കാരൻ ഇന്ന് വരെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല ഞാൻ എഴുന്നേക്കുമ്പോൾ നീ ഉണ്ടാ, അത് പുള്ളി പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് പുള്ളി എന്റെ അടുത്ത് വന്ന് ഭാര്യയെ കുറ്റം പറയാ, ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് എന്റെ സ്വഭാവം ചെയ്തില്ല. അങ്ങനെയല്ല, അവരവരുടെ സ്വഭാവം തമ്മിൽ പഠിക്കുവാനായി കുടുംബജീവിതത്തിൽ നമ്മൾ എത്രയോ കാര്യങ്ങൾ എടുക്കുന്നു. തമ്മിൽ പഠിക്കുവാനായി നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ പഠിക്കുവാനായി നമ്മൾ സമയം എടുക്കണം. ഇപ്പം ഉപ്പ് ചേർക്കേണ്ട കാര്യം ഭർത്താവ് ഇഷ്ടമല്ലെങ്കിൽ, കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് വേണം കഴിച്ചു. അവർക്ക് വേണ്ടി ഉപ്പ് കുറച്ച് ഇടുവാനായിട്ട് ഉത്സാഹിക്കണം. ആ രീതിയിൽ സ്വഭാവങ്ങൾ തമ്മിൽ പഠിച്ച് ഇടപെടണം. നമുക്കറിയാം, കുറച്ചു നാൾ തമ്മിലൊക്കെ ഇടപെട്ടൊക്കെ കഴിയുമ്പോൾ തമ്മിൽ പഠിക്കുവാൻ പറ്റണം. നമുക്ക് ഇടയായിത്തീരും. പഠനം നമുക്ക് തമ്മിലുള്ള പഠനം ആവശ്യമാണ്. അത് നമ്മൾ ചെയ്യണം. 4ാമത്തെ കാര്യം, തിരുത്തലുകൾക്ക് നമ്മൾ വിധേയരാകണം. തിരുത്തലുകൾക്ക് തെറ്റ് ആർക്കും സംഭവിക്കാം. ഒരിക്കൽ ഞാൻ എന്റെ മോളോട് ബ്ലസ്സിയാന്ന് തോന്നുന്നു, ഏതോ കാലത്ത് വരുമ്പോൾ ചൂടായി വർത്താനം പറഞ്ഞു. ഉടനെ മോളെ എവിടെ വയ്ക്കുക, ഞാൻ പാസ്സാണെന്നേ അറിയാവോ? ശരിയാ, അവള് പറഞ്ഞത് ശരിയാ. പിന്നെ എനിക്ക് കുറ്റബോധം ഉണ്ടായി. അവള് പറഞ്ഞത് ശരിയാ, ഞാൻ പാസ്സാവും. എല്ലാവരും കോപിക്കുന്ന പോലെ ഞാൻ അവളോട് കോപിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ പിടിച്ച് അടിക്കുകയല്ല ചെയ്യുന്നത്. എന്റെ കോപത്തിന് ഞാൻ ചേഞ്ചസ് വരുത്തുക. ചെന്ന് പറയും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കോപക്കാരാണ്. അങ്ങനല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ ഭാഗത്ത് വന്നവരാ. എന്റെ പാരമ്പര്യം കോപമെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ്, തിരുത്തലുകൾ. ഇപ്പൊ ഞാൻ ചില പാസ്റ്റർമാർക്ക് അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ആര് അഡ്വൈസ് തന്നാലും ഞാൻ എടുക്കുവാൻ ഞാൻ തയ്യാറാണ്. പണ്ടൊരിക്കൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രയാണത്തിന്റെ പ്രയാണവും യാത്രയും ഒരു സെന്റൻസിൽ പറഞ്ഞു. അപ്പൊ എന്നോട് അച്ചായൻ പറഞ്ഞു, പ്രയാണവും യാത്രയും ഒന്നാ. ശരി, അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഉടനെ ഞാൻ കറക്റ്റ് ചെയ്തു. ഷാർജയിൽ LPC കാറിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രശ്നം പോക്കറ്റിൽ കയ്യിടുമായിരുന്നു. അപ്പൊ ഇടയ്ക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും നമ്മുടെ വർഗീസച്ചാരാ പത്തനാപുരത്തുകാരൻ പാസ്സറിനെ എപ്പോഴും പോക്കറ്റിൽ കയ്യിടുന്നത്. അതിപ്പോഴും ഞാൻ പോക്കറ്റിൽ അധികം കയ്യിടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പാസ് ആയതുകൊണ്ട് ഞാൻ കേൾക്കത്തില്ലെന്നല്ല. ഒരാൾ എന്നെ കറക്റ്റ് ചെയ്യുവാൻ തയ്യാറായാൽ അത് തിരുത്തലുകൾ പ്രാപിക്കപ്പെടുവാൻ ഞാൻ ഉത്സാഹിക്കണം. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളെന്ന് പറയുന്ന രീതി തെറ്റോ. ഞാൻ പിടിച്ച മുയല് 4-9 പറയുന്ന രീതി തെറ്റോ. തെറ്റെന്ന് നമ്മുടെ കുഞ്ഞു പോലും നമ്മുടെ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്തുവാൻ തയ്യാറായാൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ പോയാൽ എന്റെ വിഷയം തീർത്തണം കേട്ടോ. അവിടെ ഞാൻ ഓടിച്ചു പോവാം. അപ്പൊ തിരുത്തലുകൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാണ്. ഇനി അടുത്തത്, സ്നേഹത്തോട് ഇടപെടുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം. സ്നേഹത്തോട് ഇടപെടുകയും സ്നേഹം എന്ത് ചെയ്യണം? മലയാളികൾക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം സ്നേഹമാണ്, പക്ഷെ എന്ത് ചെയ്യത്തില്ല, പ്രകടിപ്പിക്കണം. എന്നാൽ അമേരിക്കയിൽ അങ്ങനല്ല. അതൊത്തിരി കൂടി പോയി കിടക്കും. അവർ കാണുന്നിടത്തെല്ലാം വഴി നോക്കി ഇതാക്കി നീക്കുക. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഐ ലവ് യു എന്നൊക്കെ ഭാര്യ ഒന്ന് പറയണം. ഞാൻ പറയുന്ന ഭാര്യയോട് ഞാൻ ചിലപ്പോൾ ഭാര്യ ഹാണി ഐ ലവ് യു എന്നൊക്കെ പറയും. അവൻ പറയുന്നത് എന്താ തെറ്റ്? പറയണം. നമ്മുടെ ഭാര്യമാരോട് അവർക്കറിയാവണം, അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം വന്നാൽ നിങ്ങൾ വരെ ഒന്നും ചെയ്യണം. എത്ര പണങ്ങുന്ന ഭാര്യയെ കയ്യിലെടുക്കുക. പണ്ട് ഈ പി ജെ തോമാച്ചായന്റെ അപ്പച്ചൻ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അറിയാമെങ്കിലും അയ്യാപിള്ള സാർ പ്രസിഡന്റിനെ കുറിച്ച് ചീനിയും അപ്പച്ചൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭാര്യ പിണങ്ങി ഇല്ലേ വെട്ടാനായിട്ട് നിൽക്കുന്ന പരുവാകുമ്പോൾ നീ എന്തിനാണെന്ന് അറിയാവോ? കടയിൽ അന്നത്തെ കാട്ട് ആപ്പിള് വലിയ പ്രധാനപ്പെട്ടത് ആപ്പിള്. നീ പോയി ഒരു ആപ്പിള് മേടിച്ചോണ്ട് പൊതിഞ്ഞു കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് പറയടി, ഇത് പിള്ളേർ കാണണ്ട, നീ തിന്നോ, നിനക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ മതി. അവള് പിള്ളേർക്കും കൊടുക്കും, നിനക്കും തരും. പണി അത് പണി വീട് മുഴുവൻ നേടാൻ അത് മതി. ഇപ്പൊ പിന്നെ അമേരിക്കൻ കൊടുത്തിട്ട് അതും ഇതുപോലെ കമ്പ്യൂട്ടർ താരി ഒക്കെ മേടിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സ്നേഹം എന്ത് ചെയ്യണം? സ്നേഹം പ്രകടിപ്പിക്കണം.
നമ്മുടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാര് ജോലി ചെയ്യുമ്പോൾ മൂത്ത പെൺപിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ മോളെ മമ്മി അടുക്കളയിൽ നിന്ന് അധ്വാനിക്കുന്നത് നീ കണ്ടില്ലയോ, നീ ഇവിടെ ചെന്ന പാത്രം ഒന്ന് കഴുകി കൊടുത്തിട്ട് മമ്മിയെ കേൾക്ക പറയണം. തിരിച്ച് ഭർത്താവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭർത്താവിനെ കേൾക്കാം, മോനെ നീ എന്തുകൊടുക്ക ഡാഡി കിടന്ന് ജോലി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ കണ്ടില്ലയോ, ഡാഡിയുടെ ആ സൂട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ട് നീ ഒന്ന് പറയണം. നമ്മൾ പറയാൻ മടിയാ. ഭർത്താവിനോട് കേൾക്കി അങ്ങനെ പറയുമ്പോൾ ഭർത്താവിനും എന്റെ ഭാര്യ എന്നെ കരുതുന്നു എന്തോ ഒരു വലിയ ചിന്ത വരുവാണ്ടെങ്കിലും ഇടയായിത്തീരും. അപ്പോൾ ആ രീതിയിൽ ചൂടോട് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഭർത്താവിന് ഇഷ്ടവും രുചികരമായ ഭക്ഷണം എന്ത് ചെയ്തു ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയാം. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കണം. അവരോട് സ്നേഹം പണ്ടൊരിക്കൽ കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ ഭർത്താവ് തീരുമാനമെടുത്തു, 6 മാസത്തേക്ക് തമ്മിൽ കുറ്റം പറയാൻ പാടില്ല. 6 മാസം രണ്ടുപേർക്കും 2 ഡയറി കൊടുത്തു. എന്നിട്ട് അവരോട് കുറ്റം ഡയറി കുറിച്ചിടണം. 6 മാസം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെ തിരുത്താകും. 2 പേർക്ക് ഡയറി കൊടുത്തു. 6 മാസമായിട്ട് ഭാര്യയുടെ ഡയറി ആദ്യം തുറന്നു നോക്കിയപ്പോൾ അമിത ഭക്ഷണമുണ്ട്, ഒത്തിരി വായുപടിക്കാരന, വസ്ത്രത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നില്ല, ഒരു 10-100 കുറ്റം എഴുതി വെച്ചിരുന്നു. ഭർത്താവിന്റെ ഡയറി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ഉടനെ ഭാര്യ പറയാ, കണ്ടോ എന്നെ ഒന്നുമില്ലല്ലോ. ഉടനെ പുള്ളി പറഞ്ഞെങ്ങനാ, എന്റെ കുറ്റം എഴുതാൻ പോയാൽ 4 ഡയറി ആയാലും തീരത്തില്ല. പിന്നെ എഴുതാൻ വരുമ്പോൾ നിന്നോടുള്ള സ്നേഹം വരുമ്പോൾ ഞാൻ നിന്റെ കുറ്റം എന്ത് ചെയ്യുന്നു, അങ്ങ് മറന്നുപോകും. അതായിരിക്കണം സ്നേഹം. ആത്മാർത്ഥമായ സ്നേഹം വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുവാൻ തയ്യാറാണ്. ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? 5 കാര്യം. 6ാമത്തെ കാര്യം, തമ്മിൽ അഭിനന്ദിക്കണം. ഒരു കൂട്ടാൻ കൊണ്ട് രക്ഷപ്പെടുത്തി വെക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ, എന്റെ ഭാര്യയുടെ പേര് കുഞ്ഞോടെ പേര് തന്നെ ഞാൻ പറയാം, കുഞ്ഞോടെ ഇന്നത്തെ കൂട്ടാൻ കലക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അഭിനന്ദിക്കണം. ഒരു നല്ല സാരി ഉടുത്തിരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഈ വയസ്സ് കുറഞ്ഞെന്ന് കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമാകട്ടെ. നല്ല സാരി ഉടുത്ത് ചമഞ്ഞിരിക്കുമ്പോൾ എടി പഴയൊക്കെ നീ ഒക്കെ സുന്ദരിയായോടി, 10 വയസ്സ് കുറഞ്ഞ ലക്ഷണമുണ്ടല്ലോ, അത്രയും പറഞ്ഞാൽ മതി അവരെ നേടാൻ. അപ്പോൾ സ്നേഹം എന്ത് ചെയ്യണം? നമ്മള് തമ്മിൽ അഭിനന്ദിക്കണം. ചിലർക്കൊണ്ട് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നീ എന്തെങ്കിലും കൊടുത്തോണ്ട് പോകും, അങ്ങനെയൊന്നും പറയരുത്. അവരെ നന്നായിട്ടും ഡ്രസ് ചെയ്തിരിക്കുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് അവരെ ഒന്ന് അഭിനന്ദിക്കണം. തിരിച്ച് ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? അവരെയും എന്ത് ചെയ്യണം? അച്ഛൻ നന്നായിട്ട് ആ കാര്യം ചെയ്തു. സഭയവൻ അച്ഛൻ്റെ ഇന്നത്തെ പ്രബോധനം കലക്കിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ മതി, ചിലപ്പോൾ നല്ലതല്ലേലും ആവും. അപ്പൊ പുള്ളി അടുത്ത ദിവസം കുറച്ചുകൂടെ എന്ത് ചെയ്യും? പറഞ്ഞ മനസ്സിലായോ? ചിലര് ഒന്നെന്തോന്നാണ് നിങ്ങൾ പറഞ്ഞത്, അത് കേട്ടപ്പോഴേ ഉള്ളതുകൂടെ എന്ത് ചെയ്തു പോകും. അങ്ങനെ പറയരുത്. അവർക്ക് കൊടുക്കുന്ന ആ നല്ല താഴ്ന്ന അവർ പ്രയോജനപ്പെടുവാൻ സോമനെ പണിപ്പോലല്ലോ. അവർക്ക് കൊടുക്കുന്ന നല്ല താരന്യങ്ങൾ എന്ത് ചെയ്യണം? ആ നല്ല കഴിവുകളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു മാർക്ക് കൊണ്ട് അവർ പരീക്ഷ എഴുതി കൊണ്ടുവന്നത് 100-ൽ 80 മാർക്ക് കിട്ടി. ഏതാണ് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഇത്രയാണോ കൊണ്ടുവന്ന്, എന്താണ് ഈ 100-ൽ 100 മേടിക്കാൻ? അങ്ങനെ പറയരുത്. ആട്ടുപോലെ മോളെ കഴിവിന്റെ മാക്സിമം മോൾ ട്രൈ ചെയ്തല്ലോ, 80 കിട്ടിയല്ലോ മോളെ, ദൈവം അനുഗ്രഹിക്കണം മോളെ, അടുത്ത പ്രാവശ്യം ഈ ചൂട കഴിഞ്ഞാകാൻ നോക്ക്, അങ്ങനെ വേണം പറയും. അല്ലാതെ നമ്മള് ഇങ്ങോട്ട് പിള്ളേരിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അവരെ അങ്ങ് ഇടിച്ചു താഴ്ത്തിയൊക്കെ പറയും. അപ്പൊ ഏതൊരു കാര്യത്തിലും അഭിനന്ദനം ചെയ്യുവാൻ ദൈവമന്മാർ കഴിയുന്നു. അടുത്തത് 7, തെറ്റ് സംഭവിക്കുമ്പോൾ സോറി പറയണം. ഞാൻ എന്റെ പിള്ളേരോട് സോറി പറയും, ഞാൻ എന്റെ ഭാര്യയോട് സോറി പറയും. ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് സോറി പറയാൻ വലിയ പ്രയാസം. അങ്ങനല്ല. ഈ അമേരിക്കയിലെ ആൾക്കാർ ഏത് കാര്യം പറഞ്ഞാലും ഉടനെ സോറി, എക്സ്ക്യൂസ് മീ, താങ്ക് യു, അതവരുടെ ഒരു നിത്യചര്യ. നമ്മൾ അങ്ങോട്ട് പോകുന്നു, എക്സ്ക്യൂസ് മീ, താങ്ക് യു, സോറി, ഇതൊക്കെ അവരുടെ നിത്യ സംഭവം. നമ്മൾ തെറ്റ് സംഭവിക്കുമ്പോൾ എന്തോ പറയണം? സോറി പറ. എന്താ ബോംബെ വെച്ചൊരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രശ്നം തീർക്കാനാണ് പാസ് മാറ്റി ചോദിലൊക്കെ പോകും. ഒരു ദിവരാസിന്റെ വിഷയം പുള്ളി പറഞ്ഞ് സോറി പറയുന്ന കാലത്ത് ഞാൻ ബൈബിളെടുത്ത് വേറെ കഴിച്ചിട്ട് വേറെ പഠിക്ക് പോകും. കാരണം ഒന്ന് താഴാനുള്ള മനസ്സിലില്ല. എത്രയോ വിഷയങ്ങൾ, ഭാരിച്ച പല വിഷയങ്ങൾ നമ്മൾ പാസന്മാരായാലും നിങ്ങളോടുകൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു സോറി ഉണ്ടെങ്കിൽ എത്ര പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ താഴുവാൻ തയ്യാറായാൽ എത്ര പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യുവാൻ കഴിയുമെന്നറിയാമോ? നമ്മൾ എപ്പോഴും തോപ്പിരിക്കാനായി ചിലപ്പോൾ നമുക്കറിയാം സത്യമായ കറക്റ്റ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സോറി തെറ്റ് സംഭവിക്കുമ്പോൾ എന്തോ പറയണം?
സഭയിലായാലും കൂട്ടുവിശ്വാസികൾ തമ്മിലായാലും ഭാര്യയായാലും ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും നമ്മളെ ചിലപ്പോൾ അമിതമായി കോപിച്ചാൽ, മോനെ സോറി എന്റെ കോപത്തിൽ ഞാൻ എന്റെ മോനെ ചിലപ്പോൾ എനിക്ക് അടിക്കാൻ വേണമെങ്കിൽ ഞാൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അല്പം കഴിയുമ്പോൾ പറയും, മോനെ ഞാൻ ഡാഡി ജയിച്ചിട്ട് ചെയ്താ ഐ ആം സോറി എന്ന് പറയും. അപ്പൊ സോറി പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാണ്. ഇനി അടുത്തത് കൂട്ടായി തീരുമാനങ്ങൾ എടുക്കണം. ചിലര് വീട്ടിൽ എന്തോ പഠിച്ചൊന്നും ആരും അറിയത്തില്ല. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നമ്മളെക്കാട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യുവാനുള്ള കഴിവ് സഹോദരിമാർക്ക് എപ്പോഴും ഓർക്കണം. നമ്മളെക്കാട്ടി പുരുഷന്മാരെക്കാൾ സാധനങ്ങൾ സെലക്ട് ചെയ്യുവാനുള്ള കഴിവ് സ്ത്രീകൾക്ക്. ഒരു കാറ് മേടിക്കാൻ പോകുമ്പോൾ നീ തന്നെ പോയി കാറ് മേടിക്കുന്നു, ഭാര്യയെ കൂടെ കൊണ്ടുപോകണം. കൊണ്ടുപോയി കുഞ്ഞോളെ ഈ കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയതാണോ? ആ ഭാര്യയെ കൂടി ആ കൂട്ടായി തീരും. ഒരു വീട്ടിൽ പണ്ടൊരിക്കൽ ഒരു ചെറുക്കൻ പാൻ ഇട്ടുകൊണ്ട് പോകും. അപ്പൊ താഴെ കിടന്ന് വഴിയാ പാൻ ഇച്ചിരി ഇറക്കക്കൂടില്ല. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ പാൻ ഇറക്കക്കൂടില്ല, ഇനി അടിച്ചിരി കണ്ടിച്ച് കളഞ്ഞിരുന്നു മടക്കി അടിച്ചേക്കണം പോകും. അപ്പോൾ എന്നെ കൊണ്ട് സമയമില്ല, ഞാൻ എന്റെ പോക്കിന് പോകും. മൂത്ത പെങ്ങളോട് പറഞ്ഞു, മൂത്ത പെങ്ങളോട് പറഞ്ഞു എനിക്ക് സമയമില്ല. ഇളയ പെങ്ങളോട് പറഞ്ഞു അവർക്കും സമയമില്ല. വേലക്കാരെന്ന് പറഞ്ഞു എനിക്കൂടെ വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്. ഇവരങ്ങ് പോയി. ചില കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ച് പോകാൻ പറഞ്ഞാൽ പുള്ളിക്കാരി വന്ന് കുറച്ച് കണ്ടിച്ച് കളഞ്ഞിട്ട് അടി അടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് മൂത്ത വെള്ളം വന്ന് കുറെ കണ്ടിച്ച് കളഞ്ഞിട്ട് അടി അടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഇളയ വെള്ളം വന്ന് കുറെ കണ്ടിച്ച് കളഞ്ഞാൽ പൊടി വേലക്കാരി ഒടി വരുമ്പോൾ പാല് നിൽക്കുന്നതായിട്ട് പോകും. നിങ്ങൾ ഓർക്കണേ, അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊരു ഏകീകരണമില്ല, ഒരു യോജിപ്പില്ല. അവരവർക്ക് പറ്റുന്ന അവരോട് ചെയ്യുന്നു. അങ്ങനല്ല. നമ്മുടെ മക്കൾ ആരെങ്കിലും ഈ ചെറുപ്രായമാണെങ്കിൽ തന്നെയും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, മോനെ ഇങ്ങോട്ട് മോനെ ആ ഡൈനിങ് ടേബിൾ ഡിന്നർ ടൈമിലൊക്കെ വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ മോനെ നമുക്ക് ഇന്ന വിഷയത്തിൽ എന്തോ പറഞ്ഞു, മോനെ അഭിപ്രായം എടുക്കണ്ട. എങ്കിലും മോനോടൊന്ന് ചോദിച്ചാൽ അവന് പെട്ടെന്ന് എന്തോന്ന് വരും, ഞാനൊരു ആളായല്ലോ, ഞാനൊരു പുരുഷത്വം പ്രാപിച്ചല്ലോ, ഡാഡി എന്നെ കൂടെ ആലോചനയിൽ ഉൾക്കൊള്ളിച്ചല്ലോ. ചില പിള്ളേരെ 28 വയസ്സായപ്പോ അവനൊന്നും അറിയത്തില്ല. അങ്ങനല്ല. അവന് 15 വയസ്സോ 10 വയസ്സോ ഉണ്ടെങ്കിലും അവനെ കൂടെ നമ്മുടെ ആലോചന കൗൺസിൽ ഉൾക്കൊള്ളിച്ച് അവനോടുകൂടെ ആലോചന ചോദിക്കണം. അപ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഇടയായിത്തീരണം. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം. അടുത്തത് 9ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. പുരുഷന് വിഷയമല്ല, സ്ത്രീക്ക് വിഷയമല്ല. ഇപ്പൊ സഭയിൽ ഒരു വിഷയം തന്നെ അതിന് പരസ്യമായിട്ട് പറയും. അതിന് ബൈബിള് പോലും പറയുന്നു, അവൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അവനോട് ഇത് കാര്യം ചെയ്യണം, ഓർമ്മപ്പെടുത്തണം. പരസ്യമായിട്ട് പറയുന്ന ആർക്കും ഒന്നല്ല, ഇഷ്ടമല്ല. ഇപ്പൊ മറ്റുള്ളവർ നീക്കുമ്പോൾ പിള്ളേർ അങ്ങനെയാണെന്നോ, എന്റെ ഭാര്യ എങ്ങനെയാണെന്നോ, എന്റെ ഭർത്താവ് വൈരോഗ്യാണോ ഒന്നും എന്ത് ചെയ്യരുത്, പറയാൻ പോകുന്നു. മറ്റുള്ള മുമ്പിൽ വെക്കുന്ന വ്യക്തിപരമായ കാണുകൾ, അച്ഛൻ ആ ചെയ്ത് തെറ്റാ, അല്ലെങ്കിൽ ഭാര്യയോട് നീ ആ ചെയ്ത് തെറ്റാ എന്നൊക്കെ പറയുന്നത് പരസ്യമായി കുറ്റപ്രകടനം നടത്തരുത്. 10, നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറണം. നിഷ്കളങ്ക ഹൃദയത്തോടെ ദാവീദ് ഒരിക്കൽ പറഞ്ഞ 101 സങ്കീർത്തനം 2-ാം വാക്യം ദാവീദ് പറയുന്നത്, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഭാര്യ ഭർത്താവിനെ മറിച്ചും ഭർത്താവ് ഭാര്യയെ മറച്ചും ഒന്നും ചെയ്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴാ ഭാര്യ കയറി വരുന്നത്, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം, ഓക്കെ കട്ട് ചെയ്യും. അപ്പൊ അവർക്ക് ഡൗട്ടായി. ചില സ്ത്രീകൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, ഭർത്താവ് വരുന്നു, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. അത് മതി എന്തായി? അങ്ങനല്ല. ഭർത്താവ് വരുന്നവരെയും പറഞ്ഞു, എന്തുകൊണ്ട് അച്ഛനെ വന്നല്ലോ, പിന്നെ അച്ഛൻ വന്ന് കാര്യം കേട്ട് കൊടുക്കണം, എന്നാ ഞാൻ നിർത്തട്ടെ. അങ്ങനെ നീ ഫോൺ നിർത്തുകയാണെങ്കിൽ ആ ഡൗട്ടുകൾക്ക് നിഷ്കളങ്ക ഹൃദയത്തോട് ഇടപെടുവാനായിട്ട് ഇടയാണ്. ബൈബിളിൽ ദൈവം കൂടെ അബ്രഹാമിനോട് പോലും പറഞ്ഞു, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി. നമ്മൾ ആരെ മറക്കാനാ? നിന്റെ ഇമെയിൽ അഡ്രസ് ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയുമോ? തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുവാൻ കഴിയുമോ? അതിനകത്ത് എന്തിനാ ഒരു വക്രത വരുന്നത്? എന്തിനാ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും തമ്മിൽ മറച്ചു ചെയ്യരുതോ? നമ്മളെ കാണുന്ന അഗ്നിജാല പോലെ കണ്ണുള്ള ദൈവമുണ്ടോ? ആ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കമായ ഹൃദയം നമുക്കുണ്ടായിരിക്കാനും ഇടയായിത്തീരണം. 11, കോപത്തിൽ ഡെസിഷൻ മേക്ക് ചെയ്യരുത്. കോപത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. കോപം എല്ലാവർക്കും ഉണ്ടാകാം. ദൈവം പോലും നിരപ്രതിനിധിക്കുന്ന കോപിക്കുന്നു. അപ്പൊ നമുക്കെല്ലാം കോപം AC കുറയ്ക്കണം. അത് സൗണ്ട് കൂടുതലാണ്. AC കുറയ്ക്കാം. അപ്പൊ ദൈവം പോലെ കോപിക്കും. അപ്പൊ നമ്മളും ചിലപ്പോൾ കോപിച്ചു എന്ന് വരാം. എന്നാൽ കോപത്തിൽ ഡിസിഷൻ എടുക്കരുത്. കോപിച്ചാൽ പാപം ചെയ്യുക. അത് ഒത്തിരി വാക്യങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്.
ഈ കോപം വരുമ്പോൾ ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പൊ ഒരാളോട് നമ്മുടെ ഭാര്യവീട്ടുകാരോട് ദേഷ്യമാണെന്നിരിക്കട്ടെ, അങ്ങനെ ദേഷ്യമാവും പറഞ്ഞേ അമ്മായിയപ്പന് ആ കോപം എല്ലാം കൂടെ വെച്ചുകൊണ്ട് എഴുതുക. ആ മുഴുവൻ കോപത്തിൽ എഴുത്തിടുക. മെയിൽ ചെയ്യരുത്. രാത്രി കിടന്നുറങ്ങണം, രാവിലെ വീണ്ടും വായിക്കണം, പല വരികൾ വെട്ടിക്കളയും. പിന്നെയും മെയിൽ ചെയ്യരുത്. പിറ്റേ ദിവസവും കിടന്നുറങ്ങണം, വീണ്ടും രാവിലെ വായിക്കണം, അതിന്റെ പകുതി വരികൾ വെട്ടിക്കളയും. വീണ്ടും അയക്കരുത്, വീണ്ടും കിടന്നുറങ്ങണം, പിന്നെ നീ ആ ലെറ്റർ വലിച്ചു കയറിക്കളയും. ആ എഴുതിയ വാചകങ്ങളെല്ലാം നിന്റെ കോപത്തിൽ എഴുതിയോ. കോപം നമുക്കറിയാം. എസ്തേർ രാജ്ഞിയുടെ കാര്യത്തിൽ ആ രാജാവ് കോപത്തിൽ അവസ്ഥ ഉപേക്ഷിച്ചത്. എപ്പോൾ കഴിഞ്ഞോ പുള്ളിക്ക് അതിനകത്ത് പശ്ചാത്തലം ഉണ്ടായി, പക്ഷേ തീരുമാനമെടുത്തു പോയി. നമ്മൾ പലപ്പോഴും ഈ ഡിവോഴ്സ് നടക്കുന്ന ഈയിടെ ഒക്രമാൻ ഒരു ഡിവോഴ്സ് നടന്നു. അവൻ നല്ലൊരു പയ്യനാണ്. അവന് നേരത്തെ ഏതൊരു ഡിപ്രഷന്റെ ഗുളിയോ മറ്റോ കഴിച്ചിരുന്നു. ഇപ്പൊ അവന് യാതൊരു കുഴപ്പമില്ല, നല്ല പയ്യനാണ്. അപ്പൊ കല്യാണം കഴിച്ച ശേഷം എങ്ങനോ ഇവന്റെ പെട്ടിന്നോ മറ്റോ ഇവൻ കഴിച്ച ഗുളികയുടെ പേരോ മറ്റോ അവർക്ക് കിട്ടി. അവള് പറയുന്നത് എന്തുകൊണ്ട് കല്യാണത്തിന് മുമ്പ് കഴിച്ച ഗുളികയുടെ പേര് എന്നോട് പറഞ്ഞില്ല. ആ ഒരൊറ്റ കാരണത്താൽ എന്ത് ചെയ്തു? അമേരിക്കയിലെ കണ്ടൊരു പേപ്പറിൽ ഉണ്ടായിരുന്നില്ല, 28 കല്യാണം കഴിച്ച ഒരാളുണ്ട്, 28 ഡിവോഴ്സ്. അപ്പൊ അവന്റെ ജോലി ഭാര്യമാരുടെ ബ്രഷ് എടുത്ത് പല്ല് തരുന്നത്, അവന്റെ ബ്രഷിന്റെ പല്ല് തരുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാം ഉപേക്ഷിക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ വലിയ ഡിവോഴ്സിനെ ഒക്കെ വന്നത്. അപ്പൊ കോപത്തിൽ പെട്ടെന്ന് നിന്നുമായിട്ട് യാതൊരു അങ്ങനല്ല. കോപത്തിൽ ഡെസിഷൻ മേക്ക് ചെയ്യുവാൻ ഇടയാകരുത്. മൂഢനാണ് തന്റെ കോപത്തെ മുഴുവൻ ചെയ്യും വെളിപ്പെടുത്തും. ബൈബിൾ വായിക്കുന്നു, മൂഢൻ തന്റെ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തും. പണ്ടൊരിക്കൽ ഒരു ഭാര്യയോട് ഭർത്താവ് ഇങ്ങനെ കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിക്കുന്നതിന് ക്ഷമി വന്നിരിക്കുക. അവിടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അടിക്കുന്ന എനിക്ക് ചോറ് തുറക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അടിയെന്ത് ചെയ്തു? അപ്പൊ ബുദ്ധിപൂർവ്വം ഭാര്യമാരുടെ ഇടപെടലുകൊണ്ട് സോക്രട്ടീസിന്റെ ഭാര്യ നിങ്ങൾക്കറിയാം, സോക്രട്ടീസ് എപ്പോഴും തിരിച്ചോണ്ടിരിക്കുക. അപ്പം അവിടെ കുറെ കിടക്കുന്നു, മഴ വരുന്നു, വലിയ കോള് വരുന്നു, പിള്ളേരെ കുളിപ്പിച്ചു ഒത്തിരിയോ. ഇവിടെ കിടന്ന് ഇത്രയും കിടന്ന് അരച്ചിട്ടും സോക്രട്ടീസ് യാതൊരു ചിന്തയില്ലാതെ ഇങ്ങനെ കൈ അടിച്ചു വെച്ച് ചിന്തിച്ചോണ്ടിരിക്കുക. ഒടുവിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഒരു കൂടെ വെള്ളം കൊണ്ട് സോക്രട്ടീസ് തലയോടെ പോയി. തലയിൽ വെച്ചപ്പോ സോക്രട്ടീസ് പറഞ്ഞത് ഇങ്ങനെ, ഇത്ര ഇടിവെട്ടി പെയ്തിട്ടും ശകലമേ പെയ്തുള്ളല്ലോ. അപ്പൊ കോള് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, ഭയങ്കര മഴ പെയ്തെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കരയെ കൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ നമ്മളൊരു വിഷയം ലഘുവായി കണ്ട അപ്പൊ കോപം വന്നാലും അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ആ രീതിയിലായിരിക്കും. അരിപ്പാനുകൾ ഇവിടെയായിരിക്കണം. ഇനി അടുത്തത് 12 സദൃശവാക്യം 17:14 കനകത്തിന്റെ ആരംഭം മഴ വെട്ടി വെള്ളം വിടുന്നത് പോലെ ആകിയാൽ കനകമാകും മുമ്പേ തർക്കം നിർത്തിക്കളയും. ആർഗ്യുമെന്റ് നടക്കും വീട്ടിലൊക്കെ, എല്ലാവരും ആർഗ്യുമെന്റ് നടക്കും. എന്നാൽ അതൊരു സംഘർഷാവസ്ഥയിൽ സ്ഫോടനാത്മകമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് തർക്കം എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യും. വലിയ ഭർത്താവ് ഭാര്യ വേണം, കുഞ്ഞോളെ മാറി ഇനി നമ്മുടെ ആ വിഷയം സംസാരിക്കണം. അല്ലെങ്കിൽ ഭാര്യ വേണം, അച്ഛാ മാറി നമുക്ക് ഇനി ആ വിഷയം. ചിലപ്പോൾ സത്യവും കറക്റ്റോ മറ്റു ഭാഗത്തായിരിക്കാം, എന്നാൽ അത് സ്ഫോടനാത്മകമാകുന്ന അന്തരീക്ഷത്തിൽ പോകാൻ നമ്മൾ അനുവദിക്കരുത്. തർക്കം കനകമാകുന്നതിന് മുൻപ് തർക്കം എന്ത് ചെയ്യണം? 2 തിമോത്തിയോസ് 2:23 ബുദ്ധിയില്ലാത്ത മൗഢ്യവർഗം ശണ്ട ജനിപ്പിക്കുന്നു എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ കനകമാകുന്നതിന് മുൻപ് അടുത്തത് 13ാമത്തെ കാര്യം, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ എന്റെ അമ്മയുമായി എനിക്കൊരു ബന്ധവും, എന്നെ ജനിപ്പിച്ച എന്റെ പിതാവുമായിട്ട് എനിക്കൊരു ബന്ധവും, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന എന്റെ സഹോദരന്മാരുമായിട്ടും സഹോദരിമാരുമായിട്ടും എനിക്ക് ബന്ധവും, കല്യാണം കഴിച്ചപ്പോൾ എന്റെ ഭാര്യയുമായി എനിക്കൊരു ബന്ധവും, എന്റെ ഭാര്യയുടെ വീട്ടുകാരുമായി എനിക്കൊരു ബന്ധവും, ഞാൻ ഒരു സ്ഥലത്ത് പോയി പാർത്താൽ അയൽത്തുകാരുമായി എനിക്കൊരു ബന്ധവും, ഞാനൊരു ചർച്ചിലെ അംഗമായ ചർച്ചിലെ മെമ്പേഴ്സുമായി എനിക്കൊരു ബന്ധവും, എന്റെ ചർച്ചിന്റെ പാസ്റ്ററുമായി എനിക്കൊരു ബന്ധവും, ഞാൻ ഈ റീജിയനിൽ ഉൾപ്പെട്ടപ്പോൾ റീജിയനുമായി എനിക്കൊരു ബന്ധവും. നമ്മൾ ഭൂമിയിൽ വന്നത് ജീവിക്കുവാനായിട്ടാണ്, മരിക്കുവാനായിട്ടല്ല. ജീവിക്കുവാനായി വന്ന നമ്മൾ ബന്ധങ്ങൾ തച്ചുടയ്ക്കരുത്, ബന്ധങ്ങൾ കീപ്പ് ചെയ്യും. ഇന്ന് പലയിടത്തും ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നില്ല. നിസ്സാര കാര്യത്തിൽ സഹോദരന്മാരുമായിട്ട് വഴക്ക്, സഭയെ വഴക്ക്, എവിടെയെല്ലാം വഴക്കിടണം, അവിടെയെല്ലാം ബന്ധങ്ങൾ വെട്ടിമുറിക്കപ്പെടുക. അങ്ങനല്ല. ബന്ധങ്ങൾ നമ്മൾ കഴിയുമെങ്കിൽ, ബൈബിൾ വായിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ചെയ്യണം. അപ്പോൾ ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈപ്പാട് ഇടപെട്ടെന്ന് വരും. പക്ഷേ ശത്രുവിന് ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കണമെന്ന കർത്താവിന്റെ പ്രമാണം ലഭിച്ച നമ്മൾ അടിക്കുന്നവരെ കർണം കാണിച്ചു കൊടുത്ത കർത്താവിന്റെ മാതൃക നമ്മൾ പിൻപറ്റണം.
വായിക്കണം. അടുത്ത 14. ലഭിച്ചതിൽ സംതൃപ്തി കണ്ടെത്തണം. ലഭിച്ചതിൽ നമുക്കെല്ലാം ലഭിച്ചത്. കല്യാണം കഴിയുമ്പോൾ രണ്ടു പിള്ളേരായി പറയും നിന്നെക്കാട്ടി നല്ലൊരു പെണ്ണ് എനിക്ക് ആലോചിച്ചായിരുന്നു. അപ്പൊ പറയേണ്ട കാര്യമുണ്ട്. തിരിച്ചും പറയും നിങ്ങളെക്കാട്ടി കഴിവുള്ള ഒരുത്തൻ എന്ത് ചെയ്തു, എനിക്കും എന്ത് ചെയ്തതാ. അങ്ങനെ പറയരുത്. ലഭിച്ച് നമുക്കറിയാം മനുഷ്യനൊന്നും ലഭിച്ചതിൽ സംതൃപ്തനല്ല. അമേരിക്കക്കാർക്ക് കറക്കണം, അതിന് കടപ്പുറത്ത് പോയി ലോഷനും തട്ടിക്കൊണ്ട് പെയ്യറ്റി കിടക്കുക കറക്കാം. നമ്മുടെ ആൾക്കാർക്ക് പൊളിക്കണം. ചില ഒരു പെണ്ണ് കറുത്ത പെണ്ണ് മൈനാപ്പൊടിയിലൂടെ മൂന്ന് പെണ്ണിക്കൊണ്ട് കിടക്കുന്ന കണ്ട് പൊളിക്കാൻ. ചിലർക്ക് നീളം കുറഞ്ഞവർക്ക് വലിയ നീളം കൂട്ടാം. നീളം കൂട്ടിയതും താഴെ ഇടിയിക്കാൻ നീളം കുറയ്ക്കുക. ഒരു മനുഷ്യനിലെ ശരമ പറഞ്ഞില്ല നദികളെല്ലാം ഒഴുകി കടലിൽ ചെല്ലുന്നു. കടൽ ഇത്രയായിട്ട് വലിയിട്ടില്ല. കേട്ടിട്ടും പണ്ട് രണ്ട് അമ്മച്ചിമാരെ കുഴം ചെയ്ത് വെള്ളത്തെ കയറി കുട്ടനാട് വന്നു. രാത്രി മുഴുവൻ പുറത്താണ് വരും. നേരെ വെള്ളത്ത് ഇറങ്ങിപ്പോഴും വരാം. കൊച്ചമേ ഞാൻ ഒന്നും പറയില്ല, ഇനി കാണുമ്പോൾ ചെയ്യാവും. പറഞ്ഞാലും തീരത്തില്ല. കേട്ടിട്ടും കണ്ണിന് തൃപ്തി വരുന്നില്ല. അപ്പോൾ ലഭിച്ചതിൽ മനുഷ്യൻ എന്തല്ല തൃപ്തത. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെക്കാൾ കുറഞ്ഞ വീട് നമ്മൾ കാണണം. ബോംബെയിലെ ചെറിയ വില്ലകൾ, ഹട്ടുകൾ കുടിച്ച ചോപ്പടകൾ കാണണം. കണ്ടിട്ട് നമ്മൾ പാർക്കുന്ന വീട് നോക്കണം. നോക്കുമ്പോൾ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നാൽ ഇവിടുത്തെ ഒരു ശരിക്കുമാണ് പാലസ് കണ്ടിട്ട് എനിക്ക് അതുപോലെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചാൽ നിനക്കൊക്കെ വരും. നീ ഓടുന്ന കാറ് സൈക്കിളിൽ പോകുന്നതിന് അതില്ലാതിരിക്കുമ്പോൾ നിനക്ക് കാണുമെന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മറ്റവന്റെ ബെൻസോ ലെക്സസോ കാണുമ്പോൾ അതുപോലെ എനിക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നിരാശ വരും. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ലഭിച്ചതിൽ തൃപ്തിപ്പെടാതെ പിന്നെയും കണ്ണട്ടയ്ക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ലഭിച്ചതിൽ തൃപ്തിപ്പെടാതെ പിന്നെയും വേണമെന്നുള്ള പറഞ്ഞു. പല ചട്ടിയിലെ ചോറ് തിന്നു പഠിച്ചവൻ ഒരു ചട്ടിയിലെ ചോറ് തീയത്തില്ല. ടേസ്റ്റായിട്ട് കല്യാണത്തിന് പുള്ളി പറയുന്നത് ദുർനടത്തി ചെയ്യുകയാണെന്നവൻ അവനെ ഒന്ന് കെട്ടിയാന്ന് അടക്കത്തിലെന്നാ പറയുന്നത്. കാരണം അവൻ പലയിടത്തിലെ ചോറ് തീയതാ തിന്നു പഠിച്ചവനെന്നാ സാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ല സരസ്വാദ്യം 5:15 നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളം എന്ത് ചെയ്യണം. ഇത് വാങ്ങിയിട്ടാണ് മൊറാജി മൂത്രം കുടിച്ചത്. അപ്പൊ അതല്ല പറയുന്നത്. നീ മറ്റൊരിടത്ത് പോകരുത്. ലഭിച്ചതിൽ നീ എന്തായിരിക്കണം, സംതൃപ്തനായിരിക്കണം. ഇനി അത് 15ാമത്തെ കാര്യം, അത് പെന്തക്കോസ്തുകാരുടെ പ്രസംഗിക്കാൻ വേണ്ടി പ്രയാസമോ. ഞാനിന്ന് പ്രസംഗിക്കാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ. തമ്മിലുള്ള കടപ്പാടുകൾക്ക്, ശാരീരിക ബന്ധങ്ങൾക്ക് കഴിവുള്ളിടത്തോളം വീഴ്ചകൾ വരുത്താതെ കാത്തു സൂക്ഷിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. തമ്മിലുള്ള കടപ്പാടുകൾക്ക് എന്ന് വെച്ചാൽ ശാരീരിക ബന്ധങ്ങൾക്ക് വീഴ്ച വരുത്താതെ രണ്ടുപേരും എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. ഇന്ന് പല കുടുംബ പ്രശ്നത്തിന്റെ അണ്ടർഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ശാരീരിക ബന്ധങ്ങൾക്ക് വീഴ്ച വരുത്തുന്നു. ഇപ്പോൾ ഭർത്താവ്, ഞാൻ നിങ്ങളോട് പറയാം, ആരോഗ്യമുള്ള ഒരു പുരുഷൻ 365 ദിവസവും ശാരീരിക ബന്ധത്തിന് തയ്യാറാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് ആരോഗ്യമുള്ള ഒരു പുരുഷൻ 365 ദിവസവും ശാരീരിക ബന്ധത്തിന് തയ്യാറാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ല. അവളുടെ ശരീരത്തിൽ വരുന്ന പല വ്യതിയാനങ്ങൾ നിമിത്തം അവൾ എല്ലായ്പ്പോഴും അതിന് താല്പര്യപ്പെട്ടു എന്ന് വരത്തില്ല. അങ്ങനെ വരാത്തപ്പോൾ നമ്മൾ മൃഗങ്ങളല്ല, നമ്മൾ ജ്ഞാനമുള്ളവരാണ്, നമ്മൾ വിവേകമുള്ളവരാണ്. അപ്പൊ എന്നും പറഞ്ഞ് ശാരീരിക ബന്ധങ്ങൾക്ക് 1-7-3 വായിക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഏത് ഉദ്ദേശത്തിലാണ് പറഞ്ഞേക്കുന്നത്? 7:5 പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. താഴത്തെ വാക്യം, നിങ്ങളുടെ അജിതേന്ദ്രത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കുന്നതിന് വീണ്ടും ചേർന്ന് ഇരിപ്പി. അപ്പോൾ അവിടെ കടപ്പെട്ടിരിക്കുന്നത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്ല, ശാരീരിക ബന്ധത്തിന്റെ കാര്യം അവിടെ പറഞ്ഞത്. അപ്പൊ ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് അധികാരം, ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അവകാശം. അപ്പൊ മനുഷ്യനെല്ലാം ഒരു വികാര ജീവിയാണ്. അവൻ ദൈവത്തിന് വിഭാഗം വെച്ചത് മനുഷ്യനുള്ള വികാരത്തെ നേരായ പാതയിൽ തിരിച്ചുവിടേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം കുടുംബം ഏർപ്പെടുത്തിയത്. അപ്പോൾ കുടുംബജീവിതത്തിന്റെ ഒരു ഉദ്ദേശം നമ്മളുള്ള വികാരത്തെ നേരായ പാതയിൽ കൂടെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടൂടെയാണ് ദൈവം ആ കാര്യങ്ങൾ ചെയ്തത്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് എല്ലായ്പ്പോഴും താല്പര്യം ഉണ്ടായി എന്ന് വരത്തില്ല. ഒരിക്കലേ ഒരു കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീ ദുർനടത്തിൽ പോയി. പുള്ളിക്കാരി അടിച്ച് വിസ്തരിച്ചപ്പോൾ പുള്ളിക്കാരെ 5 ദിവസം ഉപവാസവും പ്രാർത്ഥനയാണ്.
യാതൊരു ശാരീരിക ബന്ധവും. അവര് ഹോർമോൺസ് കൂടുതലുള്ള സൗകര്യമാണ്. അപ്പൊ അവർക്ക് ശാരീരിക ബന്ധത്തിൽ താല്പര്യമുണ്ട്. ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ വന്നതിനാണ് അവർ വെളിയിലോട്ട് പോയത്. ഞാൻ ചിലപ്പോൾ പറയണം, ഭാര്യ തെറ്റ് ചെയ്യുവാൻ ഭർത്താവ് ഇടയായി തീരരുത്. തിരിച്ച് ഭർത്താവ് ഒരു തെറ്റിലേക്ക് പോകുവാൻ ഭാര്യ കാരണക്കാരിയായി തീരരുത്. കാരണം അവരവരുടെ കടപ്പാടുകൾ അവരവർ ചെയ്യുവാൻ തയ്യാറായാൽ തീർച്ചയായും ആ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാവും. ഞാൻ ചില പറയാറുണ്ട്, ശാരീരിക ബന്ധം ആരംഭിക്കേണ്ടത് രാത്രിയിലല്ല. രാത്രിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ തിരിച്ചറിയരുത്. ആ ശാരീരിക ബന്ധത്തിന്റെ തുടക്കം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലായിരിക്കണം. ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വഴക്കാം. വഴക്ക് കഴിഞ്ഞ് രാത്രി ശാരീരിക ബന്ധത്തിന് ആഗ്രഹിച്ചാൽ അവർക്ക് ഈ എപ്പോഴും മനസ്സിന്റെ ഐക്യമാ ശാരീരിക ബന്ധത്തിന്റെ ആ സന്തോഷം തമ്മിൽ പിണങ്ങിയിരുന്നു. വൈകിട്ട് ശാരീരിക ബന്ധം ആഗ്രഹിച്ചതിനേക്കാൾ നല്ലത് നീ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ചെല്ലുമ്പോൾ തൊട്ടേ ആ അണി ചക്കരെ ഒക്കെ ഒന്ന് വിളിച്ച് ആ സ്നേഹ പ്രകടനങ്ങൾ അവിടെ തൊട്ട് തുടങ്ങി ആ മനസ്സുകൾ തമ്മിൽ ഒരു ഐക്യത്തിൽ വരണം. ഐക്യത്തിൽ വന്ന ശേഷമുള്ള ശാരീരിക ബന്ധങ്ങൾക്കാണ് പ്രാധാന്യത. ഈ നമ്മുടെ സഭയിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞത്, ഞാനൊരു പാസ്റ്റർ പരസ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ വിശ്വാസികൾ അതാണ് ചെയ്യണം. അറിഞ്ഞിട്ട് അവരെ ആ കാര്യത്തിൽ ബോധവാന്മാരാക്കി തീർക്കണം. ബോധവാന്മാരാക്കി തീർത്തെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം നന്നാകും. ചിലരുണ്ട്, ചില ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, സ്വന്തം കാര്യം ചിന്താവാം. പല കേസുകളും കൈയെടുത്താൽ ഞാനിപ്പോ ഇരിക്കുന്ന സമയത്ത് ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യമായില്ല, സ്വന്തം കാര്യം ചിന്താവാം, അവനവന്റെ കാര്യം. അങ്ങനെ പോകരുത്. ആ വിവാഹം കഴിച്ചാൽ ഭർത്താവിന്റെ ചിന്ത ഭാര്യ ആദ്യമേ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം മാത്രം അവൻ സംതൃപ്തി നേടുവാനായിട്ട് ആഗ്രഹിക്കണം. ആ രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ശാരീരിക ബന്ധങ്ങൾക്ക് അതിൻ്റെതാകും. അപ്പൊ ചില പ്രയാസമുള്ളവരുണ്ട്, സീക്രസ്കെല്ലാം വരുന്നവരുണ്ട്, മറ്റു ചില കാര്യങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ പ്രതിവിധി കണ്ടെത്തി കുടുംബത്തിലെ ശാരീരിക ബന്ധങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിച്ച് ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാൻ കടുപടിയാക്കരുത്, അകന്നിരിക്കുവാൻ ഇടയാക്കരുത്. തന്നെയല്ല, ശാരീരിക ബന്ധത്തിൽ രണ്ടുപേരും ഒരുപോലെ സംതൃപ്തി പ്രാപിക്കപ്പെടുവാൻ എല്ലാവരും ഉത്സാഹിക്കണം. ഭർത്താവും ഭാര്യയും രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഒരുപോലെ സംതൃപ്തി കണ്ടെത്തപ്പെടുവാൻ ഉപയോഗം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം പിന്നെ ബൈചാൻസ് നടന്നില്ലെങ്കിൽ ആ ഉള്ളിന്റെ പ്രയാസമൊക്കെ. ഞാൻ ഇന്ന് ഒരു ചർച്ചിൽ ഒരു ഫാമിലി സെമിനാർ എടുത്തപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പോകും. ഒരു അച്ഛൻ എന്റെ വാസ്യ പറഞ്ഞ് ദുഃഖാനുമായി ഞാൻ ഇപ്പൊ ചെന്നാലും പുള്ളിക്കാർ പറയും, നിങ്ങളിവിടെ ജോലി നോക്കും, നിങ്ങളിവിടെ ജോലി നോക്കും. അപ്പൊ അച്ഛൻ പാസ് പറഞ്ഞ ഉപകാരം. അപ്പൊ എത്രയോ പേരാ അങ്ങനെയുള്ളവര്. അങ്ങനെയല്ല, ഭാര്യമാര് ചിന്തിക്കണം, എനിക്ക് ചില കാര്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അച്ഛൻ ആ കാര്യത്തിൽ താല്പര്യം ഉണ്ടെന്ന് അറിയണം. അറിഞ്ഞിട്ട് നിനക്ക് താല്പര്യമില്ലെങ്കിലും അച്ഛൻ്റെ ആഗ്രഹം നിവർത്തീകരണത്തിന് നീ തയ്യാറാകണം. തിരിച്ച് ഭർത്താവിന് ചില കാര്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് ചില കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നീ അറിയണം. അറിഞ്ഞിട്ട് നീ ആ കാര്യങ്ങൾക്ക് ക്രമീകരണം ചെയ്യണം. അപ്പോൾ കുടുംബജീവിതത്തിന്റെ യോജിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാരീരിക ബന്ധം. ആ ശാരീരിക ബന്ധത്തിൽ വീഴ്ചകൾ വരാതെ സൂക്ഷിക്കണം. ഇനി അടുത്ത 18 അല്ല 16 അല്ലേ? 16. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നത് ആവർത്തനം 24:5 വായിക്കുന്നത്, ഒരു വർഷത്തേക്ക് യുദ്ധത്തിന് പോലും പോകാതെ ഭാര്യ എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കണം. പിന്നെ സംഖ്യ 5:18 യൗവനത്തിലെ നിന്റെ ഭാര്യയിൽ സന്തോഷിക്കണം. അതിനെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ എഴുതിയ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഉത്തമഗീത പുസ്തകം ആത്മീയമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതോ, എന്നാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരീയമായി കുടുംബജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഉത്തമഗീത പുസ്തകം ആത്മീയമായി വ്യാഖ്യാനിച്ച് കർത്താവിനെ മണവാട്ടിയെ ഉദ്ദേശിച്ച് പ്രസംഗിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ ചെയ്യണം, നിവർത്തിക്കപ്പെടുകയില്ല. അപ്പൊ ഇത്രയും പറഞ്ഞാൽ ആ ഭാഗം വിടാം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ശാരീരിക ബന്ധം മുഖാന്തരമായി കുടുംബം ചെയ്യുന്നത് തകരപ്പെടുവാൻ ഇടയായിരുന്നു. 16 ഭാര്യയുടെ മുമ്പിൽ വെച്ച് അന്യ സ്ത്രീയുടെ സൗന്ദര്യവും ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അന്യ പുരുഷന്റെ കഴിവും പറയും. ചില സൗകര്യമാരെ പോകുമ്പോൾ ചില ഭർത്താക്കന്മാരെന്ന് പറയുന്നുണ്ട്, ഈ അവിടെ മുടി കണ്ടോ, എത്ര നാളും മുടിയാ, ഈ അവിടെ നല്ലപോലെ പെടുത്ത സുന്ദരിയാണല്ലോ പറയുന്നത്. ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യം പറയരുത്. എത്ര സൗന്ദര്യമുള്ള ഭാര്യയായാലും ഒരു ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല. തിരിച്ച് ചില സ്ത്രീകളുണ്ട്, നിങ്ങളെ കൊണ്ട് എന്തോരം വിളിക്കും, അപ്പുറത്തെ അച്ചാരെ കണ്ടോ, പുള്ളി എന്തെല്ലാം അങ്ങനെ പറയില്ല.
നിങ്ങളുടെ ഭർത്താവിന്റെ കഴിവ് കൂട്ടി അയലത്തുകാരൻ എന്ത് ചെയ്യരുത്? നീ പറയരുത്. നിന്നെ കാണപ്പെട്ട ഭർത്താവ് കുര്യദോസ് പറയും, ഭൂലോകത്തിൽ വെച്ച് ഏറ്റവും കാണപ്പെട്ട സുന്ദരി എന്റെ ഭാര്യയാന്ന് പറയും. കാരണം അതേ ആ ആറ്റിറ്റ്യൂഡിൽ വന്നയാളാണ്. അപ്പൊ ലോകത്തിൽ വെച്ച് ഏറ്റവും കണ്ട മറ്റു സ്ത്രീകളെക്കാൾ ഏറ്റവും സുന്ദരി എന്റെ ഭാര്യ, അതുപോലെ തന്നെ ഏറ്റവും സുന്ദരൻ എന്റെ ഭർത്താവ് തന്നെ. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക. ഇനി അടുത്തത് 17, സംശയങ്ങൾക്കിട കൊടുക്കരുത്. സംശയങ്ങൾക്ക് എന്ത് ചെയ്യരുത്? നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയ ദുർഭൂതം സംശയം. ഭാര്യ ഭർത്താവിനെ സംശയം. ഇടയ്ക്ക് ഒരിടത്ത് ഒരു വക്കീലുണ്ടായിരുന്നു. വക്കീല് പെട്ടെന്ന് കേസ് വാങ്ങിക്കാൻ കോർട്ടിലോട്ട് പോയി ഏതോ ഒരു ഫയൽ എടുക്കാൻ തിരിച്ചു വന്നവരുടെ പുറകിലത്തെ കിച്ചണിൽ കൂടെ വേറൊരു വക്കീൽ ഇറങ്ങി കൊടുത്തു. അയാളൊന്നും പറഞ്ഞില്ല. അയാൾ കോർട്ടിൽ പോയി. അന്ന് യാതൊരു ബന്ധവും ഇല്ല. പിറ്റേ ദിവസം മാസം 1 ആയി 2 ആയി. അയാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല, കുടിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ ചോദിച്ചു, എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത്? പറഞ്ഞു, ഒരു മാസം മുമ്പ് ഞാൻ ഫയൽ എടുക്കാൻ തിരിച്ചു വന്നപ്പോ കിച്ചനകത്ത് ഒരു കോട്ടിട്ടുള്ള ഒരു ഇറങ്ങിപ്പോയി കണ്ടോ? എന്നെ മനുഷ്യനാ, നിങ്ങളെ മൂത്ത പോലാ. നിങ്ങൾ അങ്ങോട്ട് പോയ പറഞ്ഞു, അവൻ നിങ്ങളെ കോട്ടെടുത്തിട്ടോണ്ട് ഇവിടെ കേസ് വാദിക്കുകയായിരുന്നു. നിങ്ങളെ കണ്ടപ്പോ പേടിച്ചിറങ്ങി ഓടിക്കാന്ന് തോന്നുന്നു. ആരാ പോയത്? മുഖം പോലാ പോയത്. പക്ഷെ അയാളെ ചിന്തയായിരുന്നു വേറെ വക്കീൽ അയാളില്ലാത്തവർ കയറിയോണ്ടെന്ന് ചോദിക്കും. ഇതുപോലെ പല കാര്യങ്ങളിൽ ഉള്ളി പൊളിച്ചതുപോലെ കാര്യങ്ങളൊന്നുമില്ല. സംശയം വന്നിട്ട് കുടുംബജീവിതം തകരുവാൻ ഇടയാക്കി. അതുകൊണ്ട് സംശയങ്ങൾക്ക് എന്തോ കൊടുക്കരുത്? സംശയങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കണം. ഇനി അടുത്ത 18, പരസ്പര ബഹുമാനത്തോടെ ഇടപെടണം. നമ്മുടെ പിള്ളേരെ പോലെ ഇടപെടാനൊന്നും വിളിക്കരുത്. മോനെ മക്കളെ വിളിക്കാവോ? ഭാര്യയെ എടി ഇങ്ങോട്ട് പറയടി, എടി എന്നുള്ള വിളി നിർത്തണം. നിർത്തിയിട്ട് ഒക്കെ അടി നോക്കിയാൽ വിളിച്ചോ, അല്ലെങ്കിൽ പേര് വിളിച്ചോ, ഓവനെ മോളെ നോക്കിയാൽ വിളിച്ചോ, അച്ചായ നോക്കിയാൽ വിളിച്ചോ. നമ്മുടെ പഴയ സംസ്കാരമാണ്. എടാ ചെറുക്കാ ഇങ്ങോട്ട് പറയടാ, പോടാ, എടാ പോടി പാടി, അങ്ങനൊന്നും പറയും. വീട്ടിൽ തന്നെ ആയാലും നമ്മൾ തമ്മിൽ ഇടപെടുമ്പോൾ പരസ്പര ബഹുമാനത്തോടെ, കുഞ്ഞുങ്ങളോടായാൽ പോലും എന്ത് ചെയ്യണം? പരസ്പര ബഹുമാനത്തോടെ ഇടപെടുവാൻ നമ്മൾ ശീലിക്കണം. ഈ വഴക്കിലൊക്കെ പോയാൽ അവരുടെ ചില വാക്കുകളൊക്കെ വളരെ വളരെ ബഹുമാനത്തോടാണ് സംസാരിക്കുന്നത്. നമ്മളെ ആ രീതിയിലൊക്കെ പരസ്പര ബഹുമാനത്തോടെ ഇടപെടണം. ഇനി അത് 19, ദൈവമുണ്ടായ 2 പേരും എടുത്ത ഉടമ്പടി കാത്തു സൂക്ഷിക്കണം. അത് ഒരു ഗൗരവമായ വിഷയമാണ്. എന്ന് വെച്ചാൽ എക്സാകുന്ന ഞാൻ, വയ്യാവുന്ന നിന്നെ ഇന്ന് മുതൽ എന്റെ ഭാര്യയായി അല്ലെ ഭർത്താവായി ഞാൻ സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ വേർപെടുത്തുന്നവരെ കഷ്ടത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ജീവിതത്തിന്റെ എല്ലാ പരിതസ്ഥിതിയിലും ഞാൻ നിന്നെ അങ്ങേ സേവിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ സമയം സഭ മുൻപാകെ നിന്നോട് അല്ലെ അങ്ങയോട് ഞാൻ ഉഭയസമ്മതം ചെയ്തുകൊള്ളും. നിങ്ങൾ ഓർക്കണേ, ഉഭയസമ്മതം ചെയ്ത് തമ്മിലല്ല. തമ്മിലാണ് പ്രധാന കാര്യം. തമ്മിലാണ് ദൈവത്തെയും ദൂതന്മാരെയും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെയും സാക്ഷി വെച്ചാൽ നീ ഉടമ്പടി ചെയ്ത്. നിന്നെ അല്ലാതെ വേറെ ഒരുമായിട്ട് എനിക്ക് ബന്ധമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു പരസ്യയുടെ അടുക്കൽ രഹസ്യമായി പോയാൽ നിന്റെ ഉടമ്പടി ലംഘനം. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ, യാക്കോബ് ഒരു ഉടമ്പടി ചെയ്ത് ദൈവത്തോട് ഈ കല്ല് ആലയമായി തരാമോ? 20 വർഷം കഴിഞ്ഞ് ഭാര്യമാരെ പിള്ളേരെ കിട്ടിയോ പുള്ളി ആ കാര്യം മറന്നുപോയി. ആരും മറന്നില്ല, ദൈവം മറന്നില്ല. ഒരിക്കൽ യോശുവ ഒരു ശബ്ദം ചെയ്തു, എരിഹോ കോട്ട പണിയുന്ന ഞാൻ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ കട്ടള വെക്കുമ്പോൾ മൂത്തവനും മറ്റേ നോക്കുമ്പോൾ വെള്ളയെ നോക്കും മരിക്കുമൊക്കെ പറഞ്ഞല്ലോ. 600 വർഷം കഴിഞ്ഞ ശേഷമാണ് എരിഹോ പെട്ട പണിയാൻ വന്നത്. 600 വർഷം. അപ്പൊ 7 ജനറേഷൻ മാറി എല്ലാവരും മറന്നുപോയി. എന്നാൽ ആരും മറന്നില്ല. നിങ്ങൾ ഓർക്കണമേ, ദൈവമുണ്ടാകെ നിങ്ങളെടുത്ത ഉടമ്പടി സ്വർഗത്തിലെ ദൈവം കേട്ടു. അതുകൊണ്ട് പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, രഹസ്യത്തിൽ പോലും ഭാര്യയല്ലാതെ മറ്റൊരു ബന്ധം നിനക്ക് പാടില്ല. ഭാര്യമാരോട് ഞാൻ പറയട്ടെ, രഹസ്യത്തിൽ പോലും ഭർത്താവ് അല്ലാതെ വേറൊരു ബന്ധം നിനക്ക് പാടില്ല. നീ ദൈവമുണ്ടാകെ എടുത്ത ആ ഉടമ്പടി ലംഘനമാണ്. ഉടമ്പടി ലംഘനം ശിക്ഷിക്കപ്പെടേണ്ട പാപമാണ്. ദൈവം ശിക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും പറയണം, ദൈവമുണ്ടാകെ എടുത്ത ഉടമ്പടി കാത്തു സൂക്ഷിക്കണം. ഒരിക്കൽ ഗിബിയോൻകാരൻ ദൂരെ നിന്ന് വരുന്നെന്നും പറഞ്ഞ് അയലത്തുള്ളവർ ദൂരെ നിന്ന് വരുന്നത് പഴയ ചെരുപ്പും ഒക്കെ ഇട്ടുകൊണ്ട്
വന്ന് യോശുവയുടെ കാലത്ത് എന്ത് ചെയ്തു? യോശുവയുടെ കാലത്ത് വന്ന് ഉടമ്പടിയൊക്കെ ചെയ്തല്ലോ. ശൗലിന്റെ കാലത്ത് അവരെ കൊന്നു. അവിടെ ദാവീദിന്റെ കാലത്ത് ദൈവം ശിക്ഷയിൽ കൂടെ നടത്തി. എത്ര വർഷം കഴിഞ്ഞാൽ അപ്പൊ ഉടമ്പടി മനുഷ്യൻ തമ്മിൽ ചെയ്താലും ദൈവത്തെ സാക്ഷി നിർത്തി ചെയ്യുന്ന ഉടമ്പടി എന്നും വിലപ്പെട്ടതാണ്. അവിടെ രഹസ്യ പാപം പോലും വരാതിരിക്കാൻ എല്ലാവരും ഉത്സാഹിക്കണം. ഇനി അത് 20, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യത കൽപ്പിക്കണം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന് എന്തോ കൽപ്പിക്കണം? പ്രാധാന്യത കൽപ്പിക്കണം. അതിനെ കുറിച്ച് പറയുന്നത് ഭർത്താവിനോട് പറയാണ്, നീ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട്, കല്യാണം കഴിച്ചാൽ അപ്പനും അമ്മയല്ല വലുത്, ഭാര്യ. തിരിച്ചു ഭാര്യയോട് പറയുന്നത് സ്വജനത്തെയും പിതൃഭവനത്തെയും 45 സംഘടന സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. എന്നാൽ രാജാവിന്റെ സൗന്ദര്യത്തിൽ ചിലർക്ക് ഭാര്യയേക്കാൾ വല്ല അവിടെ വീട്ടുകാരൻ. എന്റെ വീട്ടുകാരെ വേണ്ടിയാ നിന്നോട് അങ്ങനല്ല. എപ്പോഴും പറയണം, ഒരു പുരുഷൻ കല്യാണം കഴിച്ചാൽ അവന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും അവന് പ്രാധാന്യത എപ്പോഴും അവന്റെ ഭാര്യയ്ക്കായിരിക്കും. ചില സ്ത്രീകളുണ്ട്, കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ പോയാലും ഭർത്താവിന്റെ വീട് അവരുടെ വീടല്ല, അവരെപ്പോഴും അവരുടെ വീടെന്നുള്ള ചിന്തയിൽ അവരുടെ അങ്ങനല്ല. നിന്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന വ്യക്തി ഭർത്താവായിരിക്കണം. അപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് എന്ത് ചെയ്യണം? ചിലരുണ്ടോ, ചില കല്യാണം കഴിച്ചായിരിക്കും ഭാര്യയുടെ മാതാപിതാക്കന്മാർ ചിലപ്പോൾ ഭാര്യയോട് അവന് താമസിക്കുമ്പോൾ ആ മോനെ കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം എന്നും മോനോട് പറഞ്ഞു കൊടുക്കും. അവനിങ്ങനെ എന്തിനാണെന്നറിയാമോ? ഇവിടെ സാലറി ഒക്കെ വരുമാനം ഒക്കെ മേടിക്കാനായിട്ട്. ചേർത്ത് തിരിച്ച് മോന്റെ അപ്പനും അമ്മയും വീട്ടിൽ കൊണ്ട് താമസിക്കും. അപ്പൊ മരുമോനെ കുറിച്ചുള്ള കുറ്റം മോനോട് പറഞ്ഞു കൊടുക്കും. അത് ചെയ്യാൻ പാടില്ല. പേരൻസ് കുഞ്ഞുങ്ങളായ അവരുടെ കുടുംബജീവിതത്തിന് ആവശ്യമില്ലാതെ കൈ കടത്താതെ അവര് സ്വതന്ത്രമായി എന്നാൽ അഡ്വൈസ് ചെയ്യുക. എന്നാൽ തിരിച്ചു മക്കളുടെ ദൗത്യമാണ് ആരെ നോക്കണം. നിന്നെ മാല വൃത്തി ആരെക്കൂടെ നിന്ദിക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, ഇതൊക്കെ ചെയ്യണം. എന്നാൽ അമിത പ്രാധാന്യം ഭാര്യാഭർത്തൃ ബന്ധത്തിലായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വിവാഹം കഴിച്ചാൽ ഭാര്യയ്ക്കൊരിക്കലും അവരുടെ പേരൻസിനെ വേണ്ടെന്നല്ല, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ഭർത്താവായിരിക്കണം. ഭർത്താവിനും ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിന് പ്രാധാന്യത കൽപ്പിക്കണം. 20 കാര്യങ്ങൾ. 21, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അത് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളെന്താ പറഞ്ഞത്? പാസ്റ്റർമാരുടെ എല്ലാവരും പിഴയെന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കയിലെ ഇംഗ്ലീഷ് ചർച്ചിൽ പാസ്റ്റർമാര് സഭാ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് കൈകാര്യം ചെയ്യത്തില്ല. അവർക്ക് പ്രത്യേകമായ ഓഫീസുണ്ട്. സഭാ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആളുകൾ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മുടെ ബൈക്കോമിൽ നമുക്ക് വേറെ ഇല്ലല്ലോ. സഭയിലെ യോഗ കഴിഞ്ഞ പ്രശ്നം മുഴുവൻ വീട്ടിൽ പിള്ളേർ കേൾക്കുക. അവിടെ ഒരിക്കൽ കുണ്ടൂസുകാർ ശുശ്രൂഷമാണ് പിള്ളേരുടെ വീട്ടിൽ ഷെഡ്യൂൾ അടിയായിരിക്കും. ഒരു വീട്ടിൽ വിളിച്ചു പോയി. അവർ പറഞ്ഞ് ഞങ്ങളുടെ അപ്പന്മാരെ കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്നു, സഭയിൽ കിട്ടുന്ന പ്രതികരണങ്ങളാണ് ഞങ്ങളെ ആത്മീയത്തിൽ നയിക്കുന്നത്. എന്താ? അവരാ കാര്യം അറിയുന്നത് കൊണ്ടാണ്. കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾ കേൾക്കാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായാലും നാം വിരിക്കുന്ന വിരിയാൽ നമ്മെയും നാം വിരിക്കുന്ന വിരിയാൽ നമ്മയും വിരിക്കും. വൈരിയുടെ രാസത്തിങ്കൽ സന്തോഷിക്കരുത്, ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, സഹോദരന്റെ അനർത്ഥത്തിൽ കണ്ടു രസിക്കരുത്. ഇതൊക്കെ ബൈബിളിലെ വാക്യം. അവനങ്ങനെ പറ്റിയല്ലോ എന്നൊന്നും പറയരുത്. അവന്റെ വീട്ടിൽ അവനങ്ങനെ പറ്റിയല്ലോ നീ ദുഃഖിക്കുകയാകാം. അപ്പോൾ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ കുറ്റം നമുക്കറിയാം. നമ്മള് മറ്റുള്ളവരുടെ യഹൂദയുടെ കേസ് വന്നു. നിന്റെ മരുമോൾ ഗർഭിണിയായി. ഉടനെ പുള്ളി വീട്ടിൽ അവളെ കൊണ്ടുവന്ന് ചുട്ടുകളാണെന്ന് പറഞ്ഞു. അവളെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അവിടെ ചോദിച്ചു, ഈ മോതിരച്ചേരും വഴി ആരെയാണ് ചോദിച്ചു. അപ്പൊ അമ്മായി പറ്റി ഈ പുരുഷനെ ഞാൻ ഗർഭിണിയായത്. അപ്പൊ ആരാ കുറ്റക്കാരൻ? പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റ് മറച്ചു വെച്ചോണ്ടാ മറ്റവരുടെ മേൽ വേറെ ചൂടുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ആ മനുഷ്യൻ ആരായാലും അവൻ കൊല്ലപ്പെടണം. ആ പാവം പിടിച്ചവന്റെ ആളിനെ കൊണ്ടുപോകും. ആ മനുഷ്യൻ നീ കണ്ട് നമ്മുടെ ഭാഗത്ത് വേണ്ടുവോളം കുറ്റങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മുടെ മറ്റുള്ളവരുടെ മേൽ വേറെ ചൂടുന്നത്. അത് മാറ്റണം. അവിടെ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യുവാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ പറയണം, മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലതാണ്. ഇനി അടുത്തത് 21 കാര്യം പറഞ്ഞു. 22, ആത്മീയ കൂട്ടായ്മയ്ക്ക് മുടക്കം കൂടാതെ കഴിയുമെങ്കിൽ കുടുംബമായി പങ്കുകൊള്ളണം. ആത്മീയ കൂട്ടായ്മ നമുക്കറിയാം. രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോയ കാലത്ത് രാജാവ് ഒരിക്കൽ കൊട്ടാരത്തിലിടും.
അച്ഛന് യുദ്ധത്തിന് കൊണ്ട് രാജാവായി, മെയിൻ നിൽക്കേണ്ട രാജാവ്. പുള്ളി യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന അന്നത്തെ ദിവസമാണ് താഴെ കുളിക്കാൻ സ്ത്രീ വരികയും പുള്ളി അവിടെ നിന്ന് കണ്ട് അവിടെ കൊണ്ടുവരികയും അവിടെ കൊല്ലുകയും അല്ല അവിടെ എടുക്കുകയും ആ ഭർത്താവിനെ കൊന്നുകളെ ഊരിയാവിനെ കൊന്നുകളെയൊക്കെ ചെയ്തു. അവൻ അത് യുദ്ധത്തിന് പോയിരുന്ന ചിലപ്പോൾ നടക്കത്തില്ലായിരുന്നു. നിനക്ക് ആത്മീയ കൂട്ടായ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കഴിവുള്ളിടത്തോളം, ഞായറാഴ്ച മാത്രം വെള്ളിയാഴ്ച മാത്രമല്ല, കഴിവുള്ളിടത്തോളം ആത്മീയ കൂട്ടായ്മയ്ക്ക് കുടുംബമായി വന്ന് നീ എന്ത് ചെയ്യണം? സംബന്ധിക്കണം. ഇല്ലെങ്കിൽ ശത്രു എന്ത് ചെയ്യും? ശത്രു എവിടെ കയറുന്നത്? വീഴ്ച വരുന്നിടത്തൂടെ അവൻ അകത്ത് കയറുന്നത്. അപ്പോൾ ഇവൻ ആത്മാവിൽ എരിവുള്ളവരാണെങ്കിൽ കഴിവുള്ളിടത്തോളം എല്ലാ യോഗങ്ങളിലും കടന്നുപോയി എന്ത് ചെയ്യണം? കുടുംബമായി സംബന്ധിക്കണം. ഇനി 24 23 ആത്മീയ കൂട്ടായ്മയ്ക്ക് 23 കുടുംബ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതെ സൂക്ഷിക്കണം. ഇന്ന് പല വീട്ടിലും കുടുംബ പ്രാർത്ഥന ഇല്ല. കുടുംബ പ്രാർത്ഥന പല വീട്ടിലുമില്ല. അങ്ങനല്ല, ചിലപ്പോൾ ഒരാൾ വെളുപ്പിനെ ജോലിക്ക് പോയാലും ആള് പോട്ടോ വഴി ഭാര്യ പിള്ളേരും ഉണ്ടല്ലോ. നിങ്ങൾ ഇന്നൊരു വേദോത്സവം വായിച്ചോ പാട്ടുപാടി വായിക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പോയ വെളുപ്പിനെ പോയാൽ എല്ലാ വീട്ടിലും എന്തോ ഉണ്ടാവും, കുടുംബ പ്രാർത്ഥന ഉണ്ട്. കുമ്മനാട് കൺവെൻഷനൊക്കെ പോയാൽ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ആ കുമ്മനാട് പരിസരത്ത് നമ്മുടെ വിശ്വാസികൾ പാടും എല്ലാവരും വെളുപ്പിനെ പ്രാർത്ഥന. ഇപ്പൊ എങ്ങും കേൾക്കാൻ ഇപ്പൊ എന്റെ ടിവിയുടെ സൗകര്യം ഞാൻ പറയട്ടെ, കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും രാവിലെ ആയാലും വൈകിട്ടായാലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചിരുത്തി ഒരു വേദഭാഗം വായിച്ച് പാട്ടുകൾ പാടി നീ കുടുംബമായി ദൈവത്തോട് കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്തോ പറയരുത്, തടസ്സം വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഇനി 24 വരവിനനുസരിച്ച് ചെലവ് ചിട്ടപ്പെടുത്തണം. ചിലർ ലക്ഷറി ലൈഫോ, ചില കമ്പനിയൊക്കെ ചില കമ്പനി കൊടുക്കുമ്പോൾ വലിയ ഓഫീസ് കൊടുത്ത് പറഞ്ഞിട്ട് പൊട്ടിപ്പാടി. നിന്റെ വരവ് എന്താണോ വരവിനനുസരിച്ച് നിന്റെ ചെലവ് ചിട്ടപ്പെടുത്തണം. ടോട്ടൽ വരുമാനം എടുത്തിട്ട് എത്രയേ ഉള്ളൂ അതിനനുസരിച്ച്. ചില സൗകര്യമാരൊന്നും അറിയത്തില്ല, ഇവിടുന്ന് വന്ന് പണ്ടൊക്കെ ഒരു ചെറുക്കം പറഞ്ഞു 10,000 പേരും ചക്കി കൊത്തും, അമ്മ വെക്കും, ഞാൻ പോകും. 10,000 നെല്ല് വരും, ചക്കി വിഷയം നെല്ല് കൊത്തും, അമ്മ വെക്കും, ഞാൻ എന്ത് ചെയ്യും? അങ്ങനല്ല, എന്റെ വരുമാനം ഇന്നതാണ്, അച്ഛൻ ഇത്രേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേരുടെ വരുമാനം, ആ ഒരു കണക്കൂട്ടൽ 2 പേർക്കും ഉണ്ടായിരിക്കണം. ചില സൗകര്യമാർക്ക് യാതൊരു കാര്യമാക്കാൻ അറിയത്തില്ല, കടയത്തിന് കണി കാണുന്നതെല്ലാം വർത്തിക്കൊണ്ടുപോയി. അങ്ങനല്ല, നമ്മുടെ വരവെന്താണെന്ന് അറിഞ്ഞ് വരവിനനുസരിച്ച് ചെലവ് ചിട്ടപ്പെടുത്തണം. ഇനി 25 വരവ് ചിലവ് കാര്യത്തിൽ കുടുംബമായി തുല്യ പങ്കാളികളാകണം. ഞാൻ ചില വീട്ടിൽ ചിലപ്പോൾ പിള്ളേരെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം ആണില്ല, ആദ്യത്തിൽ അവൻ ചിലവാക്കുക. അങ്ങനല്ല, അവര് കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ എന്റെ മോളെ ബ്ലസ്സി അമേരിക്കയിൽ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ജോലി ചെയ്തു. ജോലി ചെയ്യുമ്പോൾ ഒറ്റ സാധനം പോലും അവിടെ എടുക്കത്തില്ല, അവിടെ എന്റെ കൊടുത്തരും. ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരിലും അവിടെ പേരിലും ഒരു ജോയിന്റ് അക്കൗണ്ട് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ഞാൻ ആ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. അവൾ കല്യാണം കഴിച്ച് വന്നപ്പോൾ ആ അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നാൽ അപ്പൊ എന്റെ മോളോട് പല്ല് ചോദിച്ചു, നീ വണ്ടിയാണ്, നീ എന്താണ് അപ്പന്റെ കൊണ്ട് കൊടുക്കുന്നത്? അമേരിക്കയിലെ പല പിള്ളേരും ഒറ്റ പൈസ പേരൻസിന് കൊടുക്കത്തില്ല. വീട്ടിലെ വേണ്ട. അങ്ങനല്ല, നമ്മുടെ പിള്ളേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിവാഹിതരല്ലെങ്കിൽ അവരെ കൂടെ വരവ് ചെലവ് കാര്യത്തിൽ ഉൾക്കൊള്ളിക്കണം. മോനെ റെഡ് കൊടുക്കാൻ എത്രയായി, മോന്റെ വക ഇത്രയും കൊടുക്കുന്നത് തന്നെ, ബാക്കി മോന്റെ പോക്കറ്റ് മണി ഇത്ര കൈ വെച്ചു. എന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു, ക്രെഡിറ്റ് കാർഡ് എടുത്ത് എന്റെ മോക്ക് കൊടുത്തിട്ടുണ്ട്. മോൻ എവിടെയെങ്കിലും പോയാൽ ഏതെങ്കിലും ആവശ്യം വന്നാൽ പൈസ ചെലവാക്കിക്കോളും. അപ്പോൾ വരവ് ചെലവ് ചില ഭാര്യമാര് അവർക്ക് സെപ്പറേറ്റ് അക്കൗണ്ട് അങ്ങനെ ചെയ്യരുത്. ഇനി ഭർത്താവ് കുടിയനാണെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് നല്ലതാണ്. ഭർത്താവ് കുടിയനല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും സെപ്പറേറ്റ് അക്കൗണ്ട് പാടില്ല, ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം. ഇത് അമേരിക്കയിൽ ഒരു കാര്യം അറിയാവോ? ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ മരിച്ചവരില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടുമൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ഭാര്യ മരിച്ചു, ഞാൻ ബില്ലെഴുതി വെച്ചില്ലെങ്കിൽ എന്റെ മക്കൾക്ക് എന്റെ ആ വീട്ടിൽ അവകാശമില്ല, അത് ഗവൺമെന്റിലേക്ക് പോകും. അവിടെ ഞാൻ അമേരിക്ക പ്രസംഗിക്കാൻ പറയുമ്പോൾ എല്ലാവരും ബില്ലെഴുതി വെക്കണം. കാരണം ആ പൈസ കൂടുതൽ ആർക്ക് പോകും? ഗവൺമെന്റ് പോകും. അതുകൊണ്ട് എവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ മാരേജ് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെടാം. അപ്പോൾ നമ്മള് എപ്പോഴും പറയുന്നത് വരവുചില കുഞ്ഞുങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പങ്കാളികളായെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. 26 വെടിപ്പും വൃത്തിയും വ്യക്തിപരമായും ഭവനാന്തരീക്ഷത്തിലും കാത്തു സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ വെടിപ്പും വൃത്തിയും വീട്ടിലും ഭവനാന്തരീക്ഷം. ചില വീട്ടിലെ വൃത്തി ആണെങ്കിൽ ആ ബാത്റൂമിലോട്ട് കയറിയാൽ മതി. ആ ബാത്റൂമിൽ ആ പല്ല് തേക്കുന്ന വാഷ് ബേസിനോട് നോക്കണം, കറുത്തിരിക്കുക. ഒരു പല്ല് തേക്കുന്ന പഴയ ബ്രഷിട്ട് തൂത്താൽ അതൊക്കെ പോകത്തില്ലേ? ഒരു ലെബി ചാക്കോസാണ് മരിക്കുന്ന മുമ്പ് ന്യൂയോർക്കിൽ ഒരു വീട്ടിൽ ചെന്ന് കുളിക്കാൻ സോപ്പൊക്കെ കൊടുക്കും. സാറ് ബാത്റൂമിൽ കയറുമ്പോൾ കയറാൻ വയ്യ, എണ്ണ മുഴുവൻ കുഴഞ്ഞിരിക്കുക. സാറ് ബ്രഷ് മേടിച്ച് 1/2 മണിക്കൂർ ബാത്റൂം വൃത്തിയാക്കിയ ശേഷം കുളിച്ചെന്ന് എന്നോട് പറഞ്ഞു.
അങ്ങനെയല്ല. ഉടുത്തൊഴിച്ച് നമ്മൾ വെളിയിൽ പോകുമല്ലോ. അല്ല, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം വൃത്തിയായിരിക്കണം. ഒരു അടുക്കള കയറിയാൽ അറിയാം ആ വീടിന്റെ വൃത്തി എന്താണ്. നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം എപ്പോഴും വെളുപ്പും വൃത്തിയുള്ളത്. പുസ്തകം 4:11 നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു. അപ്പൊ രൂത്ത് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി കളത്തിച്ചു. ചിലരുടെ ഒരാളിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, പുള്ളിയുടെ പല്ലിന്റെ വാറ എനിക്ക് കേടായിരിക്കാൻ വയ്യ. അവരെയൊക്കെ സൈക്കിളെ ഭാര്യമാരെ സമ്മതിക്കണം. അങ്ങനല്ല, നിനക്ക് പല്ലിന് പോയിട്ടുണ്ടെങ്കിൽ നീ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം. പിന്നെ ചിലര് വെളി കൊടുത്തു പോകും. വീട്ടിൽ വന്ന ഭർത്താവിന് പോലും വെറുക്കപ്പെടുന്ന ഒരു കവർ കൊണ്ടുകൊണ്ടിരിക്കും. അങ്ങനല്ല, നിന്റെ വസ്ത്രധാരണം തന്നെ നിന്റെ ഭർത്താവിന് നിന്നോടൊരു ആകർഷണം തോന്നുന്നതായിരിക്കണം. നമ്മുടെ വസ്ത്രം ഉള്ള വസ്ത്രവും നിലക്കി നമ്മുടെ കട്ടില് ചില കട്ടിലെ കയറുമ്പോൾ തന്നെ മങ്ങി പോകും. കാരണം ആ വേർപ്പിന്റെ കൂടെ ഗന്ധമാണ്. അങ്ങനല്ല, നമ്മുടെ ബെഡ് നല്ലതായിരിക്കണം, നമ്മുടെ പരിസരങ്ങൾ നല്ലതായിരിക്കണം, നമ്മുടെ വസ്ത്രധാരണം നല്ലതായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെറും ചിലരുണ്ടാക്കി ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. അങ്ങനല്ല, ജീവിക്കുവാനേ നമുക്ക് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ വൃത്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. ചിലർക്ക് ഗ്ലാസിൽ വെള്ളം നല്ല കുടിക്കാൻ വീണ്ടും ഉളുമ്പമാണ്. അങ്ങനല്ല, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെല്ലാം വെളുപ്പും വൃത്തിയുള്ളത് നാം സൂക്ഷിക്കണം. 27 ജഡശരീരത്തിൽ കുടുംബമായി കഴിയുവാൻ എനിക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് അത് സന്തോഷപൂർണ്ണമാക്കി മാറ്റണം. അപ്പൊ മരിച്ചവർക്ക് എഴുന്നേൽക്കുന്നത് വിവാഹം കഴിക്കത്തില്ലെന്നോ, അവര് വിവാഹം കഴിക്കാൻ കൊടുക്കപ്പെടുകയില്ല. അപ്പൊ ജഡശരീരത്തിൽ എന്റെ ഭാര്യയുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് മാറാൻ എനിക്ക് എത്ര അവസരമേ ഉള്ളൂ? ഒറ്റ ചാൻസേ ഉള്ളൂ. അത് എനിക്ക് വേണേ നരകവുമാക്കാം സ്വർഗവുമാക്കാം. നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പം എത്ര സന്തുഷ്ടമായ ഒരു കുടുംബമായി വീട് നിറയെ യാഗഭോജനത്തിലും സന്തോഷത്തോടുകൂടിയ ഒരു കഷ്ണം ഉണങ്ങി അപ്പം ഏറ്റവും വീട് നിറയെ മുഴുവൻ സമൃദ്ധിയ, പക്ഷെ വീട്ടിലെന്തോ ഇല്ല, സന്തോഷമില്ല. അതുകൊണ്ട് ഓർക്കണം, എനിക്ക് കുടുംബമായി കഴിയാൻ പറ്റിയ ഒരൊറ്റ അവസരമേ ഉള്ളൂ. ആ ഒറ്റ അവസരം ഞാൻ വിചാരിച്ചാൽ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ എന്റെ കുടുംബം സ്വർഗതുല്യമാക്കി മാറ്റും. അതല്ല, നിന്റെ പിടിവാശി നിന്റെ വാശിയും കൊണ്ട് നിന്റെ കുടുംബജീവൻ നരകതുല്യമായി മാറുക. അവിടെ ജനിക്കുന്ന പിള്ളേരും ദോഷക്കാരായി മാറുക. അത് വരരുത്. ജനിക്കുന്ന ആയുസ് സ്വർഗമാക്കി നമ്മുടെ വീട് തീർക്കുക. പിന്നെ 28 ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു ന്യായവിധി ഏത് ബന്ധമുണ്ട്, ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ യാക്കോബ് അപ്പനെ മൂത്ത മകനെന്ന് പറഞ്ഞ് കളിപ്പിച്ചു. അമ്മായിയപ്പൻ ഇളയവർക്ക് പോലും ആരെ കൊണ്ട് കൊടുത്തു? മൂത്തോളെ കൊണ്ട് കൊടുത്തു. ലാബാൻ അതുപോലെ യാക്കോബിന്റെ മക്കള് യാക്കോബ് വസ്ത്രം കാണിച്ച് അപ്പനെ കളിപ്പിച്ചത്. മക്കളും വസ്ത്രം കാണിച്ചാനെ കളിപ്പിച്ചു. യാക്കോബിനെ കളിപ്പിച്ചു. ഇസ്രായേലിലെ പട്ടാളക്കാർ കുഞ്ഞുങ്ങളെ നീലനദിയിലിട്ട് കുളിപ്പിച്ചു, കൊന്നു. ദൈവം അവരെ ചെങ്കടലിലെ വെള്ളം കുളിപ്പിച്ചു. അതുപോലെ തന്നെ ദാവീദ് മറ്റൊരാളുടെ ഭാര്യയെ രഹസ്യത്തിലെടുത്തു. തന്റെ മക്കൾ പരസ്യമായി തന്റെ വെപ്പാട്ടിൽ ഇടയ്ക്ക് ചെന്നു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. അന്യായം കൊണ്ട് കച്ചറ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്തതിന് ഒത്തത് പ്രാപിക്കും നിശ്ചയം. അപ്പോൾ ഒരു ന്യായമുണ്ട്. നീ ഇന്ന് ചില പിള്ളേർക്ക് തലഞ്ഞു പോകുമ്പോ അങ്ങനല്ല. നമ്മളെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ അവന്റെ അപ്പനും ഏകദേശമൊക്കെ അതിന് തുല്യമായി നടന്നവരല്ല. എന്താ തിരിച്ചടി. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും എന്ത് ചെയ്യണം? നീതിയോടുകൂടെ നടന്നോണം. ഇല്ലെങ്കിൽ ഈ മേലൊരു ദൈവമുണ്ട്, അതിനെ തിരിച്ചടിയിൽ കൂടെ കലാശിക്കുന്നുള്ള കാര്യം നാം 29 മുമ്പിൽ ചെന്ന് വേഗത്തിൽ അറ്റുപോകത്തില്ല. മുമ്പിൽ ചെന്ന് ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ തുടർന്ന് ദൈവത്തിൽ തന്നെ ജീവിതം ചെയ്യണം, അവസാനിപ്പിക്കണം. ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ തുടർന്ന് ദൈവത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കണം. 30 ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് സംഭവിക്കും. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ എപ്പോഴും സമാധാനം ആചരിച്ച് സന്തോഷം പ്രാപിക്കാൻ സാധിക്കും. ഒന്നുകിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും മരണം. നമ്മുടെ ഭാര്യയായിട്ട് എന്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ നിരപ്പിലാണോ? മരണം നാളെ വേണമെങ്കിൽ സംഭവിക്കാം. 4 കാര്യമാണ് വാരിക നിൽക്കുന്നത്. പാവം വാരിക നിൽക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാ, നീ എന്നെ കീഴടക്കണം. 2 നിന്റെ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള കാൽ വാരിക നിൽക്കുന്നു, നിന്നെ കൊണ്ടുപോകും. മരണം വാരിക നിൽക്കുന്നു. 3
കർത്താവ് വാരി കളിക്കുന്നു, 4 ന്യായവിധി വാരി കളിക്കുന്നു. ഈ 4 കാര്യമാണ് ബൈബിളിൽ വാരി കളിക്കുന്നത്. അതുകൊണ്ട് അത് സംഭവിക്കുന്നുള്ള ചിന്തയിൽ നാം ജീവിക്കണം. നിങ്ങൾക്കറിയാം, ജീവിച്ചിരുന്നപ്പോൾ ഹാമാൻ ദുഷ്ടനായി അവന്റെ 10 പിള്ളേരെ എത്തിയിരുന്നു തൂക്കിക്കു. ആഹാബ് 70 പിള്ളേരെ ദുഷ്ടനായിരുന്നു, 70 പിള്ളേരെ തലവെട്ടി മാറ്റി. നമ്മുടെ മുഖാന്തരം എനിക്ക് അടുത്ത് പറയുന്ന ആഗ്രഹമുണ്ട്. പിതാക്കന്മാർ നിമിത്തം മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു വലിയ പ്രസംഗമാണ്. എനിക്ക് പറയാൻ സമയം ഇനി എന്തെങ്കിലും ഒരു അവസരത്തിൽ പറയാം. പിതാക്കന്മാർ നിമിത്തം മക്കൾക്ക് കിട്ടിയ അനുഗ്രഹം അതൊത്തിരി വലിയ പ്രസംഗമാണ്. ഇനി ഞാൻ വാക്കുകൾ ചോദിക്കുന്നു, എനിക്ക് തന്ന സമയം തീർന്നു. നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഒരു കൈയുടെ സ്തോത്രം ചെയ്താണ്. തമ്മിൽ അങ്ങോട്ട് മുമ്പ് ആയിരുന്നു തമ്മിൽ ഒരു ചർച്ച ചെയ്യണം. ഇന്നെല്ലാം മടങ്ങി പോയിട്ടുള്ളത് തമ്മിൽ തമ്മിലൊന്ന് പറയട്ടെ. ഇന്ന് കൊണ്ടൊരു ചേഞ്ചസ് തിരുത്തലുകൾക്ക് ആവശ്യമാണ്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആ ചേഞ്ചസ് നമ്മളൊന്ന് അനുഭവിച്ചറിയണം. ദൈവങ്ങളുടെ കർത്താവിനെ സഹായിക്കണം.